പോ. എന്റെ നേരെ ബാക്കിൽ AC ഇരിക്കുന്നതുകൊണ്ടേ പ്രശ്നമാണ്. എന്റെ ദേഹത്തോട്ടടിക്കും. മുടിഞ്ഞ തണുപ്പ. എന്നാ 3 PL. വാ തുറക്കാതെടാ, വാ തുറക്കാതെ. AC ഫ്ലെക്സിങ് ആണോ? AC ഒക്കെ ഫ്ലെക്സ് ചെയ്യാനാ ഇപ്പൊ ഓരോരുത്തരുടെ വീട്ടില് മറ്റേ സൈബീരിയൻ ഹസ്കിക്ക് വരെയാണ് AC വെച്ചു. കാർലോ, ഹലോ, ഇന്ന് വരുന്നുണ്ടോ? ഓപ്ഷൻ വരുന്നില്ലേ? ഓപ്ഷൻ ഉണ്ടോ ഇന്ന്? ഡിസ്കൗണ്ട് അടിക്കട്ടെ. അടിച്ചേ. കാർഡ് റെഡി ആയിട്ടില്ലേ? എത്ര ഉണ്ട് നിങ്ങളത്? ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ, ഇപ്പൊ വിളിക്കാവേ. ഇതെന്താ ഞാൻ ഇവിടെ വന്നിറങ്ങിയേ? വന്ന് എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ലോയൽറ്റി പോയിന്റ് കൊടുക്കണം. അതെ പോന്നിപ്പുണ്ട്, അപ്പനൊക്കെ പോന്നിപ്പുണ്ട്. അണ്ണ റെഡി ആക്കരുത്, അണ്ണൻ അന്വേഷിക്കുന്നു. വന്ന് 37 കാടേ ഉള്ളടാ നമ്മുടെ കയ്യില്. എന്തോ 37 കാടേ ഉള്ളന്ന്. ഞാൻ പറഞ്ഞ കേറ്. ഇവിടെ പ്രതിമ പോലെ നിക്കണ്. കാണുന്നില്ലായിരുന്നു. ഹലോ, എവിടാ അപ്പാ? ഞാനിവിടെ ഓപ്ഷൻ നമുക്ക് ഇവിടെ മറ്റേ കേവിക്ക് കാർഡ് കൊടുക്കണ്ടേ? ഞാൻ അങ്ങോട്ട് വരട്ടെ? കാശ്മീർ എവിടെ ഉള്ളേ? ഇല്ല, ഞാൻ അങ്ങോട്ട് വരാം. എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ? ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, ഞാൻ അങ്ങോട്ട് വരാം. ആണോ? ചന്ദ്രൻ വേണ്ട. എവിടെടാ? ചന്ദ്രൻ പറഞ്ഞത് വാസുവിനോട് ഭയങ്കര കമ്പനിയാണ്. എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊന്നും ഇത് പറഞ്ഞേ. വാസുവിന്റെ മിസ്റ്റർ എക്സ് ഇല്ലേ? പോസ്റ്റൽ നമ്പർ പറയോ? എനിക്ക് വഴി അറിഞ്ഞൂടാ. 9395 ഒന്ന് മാർക്ക് ചെയ്താ. എത്രയാ? 9395. KVക്ക് കാർഡ് കൊടുക്കാൻ പോവാ. എവിടെ? കണ്ണാപ്പിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ അരോചകമാണ്. കുറച്ചേരം തല്ലിക്കുന്ന വേണ്ട, ഞാൻ വന്നോളാം. എന്താ കേട്ടില്ല? കേട്ടില്ലേ? എന്താ നീ എന്ത് പറഞ്ഞേ? എന്താണ് കണ്ണാപ്പി? നീ വിളിക്കുമ്പോ വെളിയിൽ എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. എന്തിനാ നീ വിളിച്ചെന്നെ? പറയട്ടെ. പീഡിനെ കുറച്ചേരം തല്ലിക്കൊന്നു. GNR ആയിട്ട് സിറ്റുവേഷൻ ഉണ്ട്. രണ്ടടി വരാനുണ്ട് ഇനി. ഇല്ല, പീഡിയുടെ അപ്പാപ്പൻ സോൾവ് ആക്കണമെന്ന് തോന്നുന്നു. GNR ഈ പീഡി എന്തിനാ തല്ലാൻ പോണേ? ബാലിൽ എന്തോ പിടിച്ച് കഫ് ചെയ്തു. പിന്നെ പീഡി ആകുമ്പോ കഫ് ചെയ്യൂലേ? നമ്മുടെ ഇടയിൽ എന്തോ കഫ് ചെയ്ത് പ്രശ്നമായി, സംസാരമായി. ഇതൊക്കെ ചില്ലറ അല്ല. എല്ലാത്തിന്റെ കഴപ്പ ഞാൻ മാറ്റുന്നുണ്ട്. കുറച്ചു ദിവസം ഞാനേ വണ്ടി ഓടിക്കാൻ പോയോണ്ടാണ്, മനസ്സിലായ? ഇന്നോട്ട് റെഗുലറാ ഞാൻ. റെഗുലർ ഓ വളച്ചോളാ. കീബോർഡിൽ കളിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നാ? കീബോർഡിലൊന്നും വണ്ടി ഓടിച്ചിട്ട് ഇപ്പൊ ഒരു സുഖം കിട്ടുന്നില്ല. ഞാൻ സ്റ്റിയറിംഗ് എടുത്ത് ഇതിലൂടെ വെച്ചാലോ എന്ന് വിചാരിക്കുക. എടാ, ഇത് 10,000 പോയിന്റ് അല്ല, 1000 ഉമ്മയായിരുന്നോ? എന്നാലും 1000 അയച്ചല്ലോ. താങ്ക് യു.
താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. 10,000 മുമ്പേക്ക് അവർ 1000 വെച്ചത് കേട്ടാ ബ്രോ. താങ്ക് യു സോ മച്ച്. ഞാനിവിടുത്തെ 10,000 പോയിന്റ് അയച്ചത്. 10,000 പോയിന്റ് ഒന്നും ഇല്ല ഇതിനകത്തല്ലേ ബ്രോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. 10,000 ഉമ്മ തിരിച്ചും. വാ വാ വാ. എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ വണ്ടിക്കകത്തിരുന്നോളാം. വണ്ടി ലോക്ക്ഡ് ആണ്, നീ എങ്ങനെ കേറും? ഞാൻ കേറി. അത് 1 ലക്ഷം ആണോ? ആ എന്നാ എടാ 1 ലക്ഷം ഉമ്മ തിരിച്ചു 1 ലക്ഷം. ഓൾറെഡി നോക്കിയേ ഇപ്പൊ അൺലോക്ക് ആയ നോക്കിയേ. ഈ വണ്ടി സേഫ് ആയിട്ട് വെച്ചേക്കണേ. പിന്നെ ഞാൻ പോയിട്ട് താ വരുന്നത്. നാളെ 3 മറ്റന്നാ ഹോസ്പിറ്റൽ. എന്താടാ അവർക്കിപ്പോ ഇത്തിരി ഇഷ്ടമാണ്, കേറി വരാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ സംസാരിച്ചിട്ട് വരാം. എന്റെ മുണ്ട് കൊടുത്ത് നടക്കുന്ന അച്ചപ്പട്ടി. സാർ ഞാൻ കേറിക്കോട്ടെ? പരുന്തോസ് ടിവിയുടെ ലീഡറാ. ചോദിക്കണോ? നീ വാ പൊത്തി ഇരുന്നാ മതി. നീ എന്താ എന്റെ അതേ മുണ്ടെടുത്തിരിക്കുന്നത്? ഞാൻ ഇതിലത്തെ 3 എണ്ണം മേടിച്ച് ഷെൽഫി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് മാറി മാറി കൊടുക്കാനാണ് ഞാൻ ഇത് മേടിച്ചു വെച്ചിരിക്കണേ, അല്ലാതെ നിനക്കെടുത്ത് കൊടുക്കാനല്ല. മനസ്സിലായേ? ഇത് പിത്തർജി കുറയ്ക്കാൻ വാങ്ങിയതാണ് നമ്മള്. ഞാൻ വേറെ ഒന്നുമില്ലേ. നിന്റെ സൗണ്ട് എന്താ വിട്ടു പോണേ? അത് അണ്ണന്റെ സൗണ്ട്, അണ്ണന്റെ 8 വർഷം കൊണ്ടാ. ആണോ? അതെ 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 ആണ്. എന്റെ വിട്ടുവിട്ടാണോ കേൾക്കുന്നേ? ആ അതെ 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 അണ്ണന്റെ വിട്ടു പോകും. ഹലോ കാർലോ. പ്രിവാറുണ്ടല്ലേ? ആ പിന്നെ റിവാറ് എല്ലാം ഉണ്ടപ്പോ. ഇതെന്ത് ചെയ്യാൻ എന്റെ ജോലി അപ്പ? ഇത് എല്ലായിടത്തും പ്രശ്നങ്ങളല്ലേ? ആ ഇച്ചായ ഒരു കാർഡ്, ഒരു 10 കാർഡ് ചെടുത്തേ പെട്ടെന്നാണ്. ഞാൻ അങ്ങോട്ട് കാർഡ് ചോദിക്കാൻ വന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ ഇച്ചായ, നമുക്ക് കാർഡില്ല, ഒരു കുന്തുമില്ല, കടത്തില. 49 കാർഡ് കടത്തില, 36 കാർഡേ ഉള്ളു കയ്യില്. ഒരു 10 കാർഡ് കൂടെ തന്നിട്ട് വേണം എനിക്ക് അത് മേടിച്ച് KVക്കാർക്ക് കൊടുക്കാൻ. ഓ അങ്ങോട്ട് അല്ലാതെ കഴിഞ്ഞ വട്ടം ഓർമ്മയില്ലേ കടം മേടിച്ചത്? അല്ല ഞാൻ കാര്യം പറയട്ടെ, വിളിക്കാൻ പറ്റുള്ളൂ. ഇന്ന് KVക്ക് ഒറ്റ ടർഫിന്ന് വിളിക്കാൻ പറ്റൂ. അതെന്താ? അതോട് ഇന്നത്തോടുകൂടെ ഇത് റീസെറ്റ് ആവുകയാണ്. മനസ്സിലായ? KVയുടെ എത്ര പോയിന്റ് ഉണ്ട്? ഒരു അറിവുമില്ല. അല്ല അത് എന്റെ വഴി അറിഞ്ഞിട്ട് അവർക്കെതിരെ എന്നെ വിളിക്കാനല്ലേ. ഹലോ ഹലോ സാനിയ. അസുന സുഖാണോ? കൊറേയല്ലോ കണ്ടിട്ട്. സാനിയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാൻ ഈ സിറ്റിയിലൊക്കെ ഉണ്ട്. ഞാനും ഉണ്ടല്ലോ, പിന്നെന്താ നമ്മള് കാണാതിരുന്നേ? എനിക്ക് ഒരു പിടുത്തവും ഇല്ല. കൊറേ നാളായല്ലോ നമ്മള് സംസാരിച്ചിട്ട് കൊറേ. ഞാൻ മെസ്സേജ് ഒക്കെ അയക്കില്ല, കാണാറില്ല. ആണല്ലേ? ഞാന് സാനിയ ചെറിയൊരു എന്താ സിറ്റുവേഷനില്ല. ഒരു ഗ്യാങ് വാറും ഉണ്ട്, അതുപോലെ ഒരു ഓപ്ഷനും ഉണ്ട്. ഞാൻ ഇതിന് നിക്കുവാണേ. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി സാനിയെ. ഓ വിളിച്ചാൽ മതി. ഇന്നെ കാണാൻ പറ്റുമോ? മീറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ സാനിയെ മീറ്റ് ചെയ്ത് പോവോ ഞാൻ ഇവിടുന്ന്? അല്ല അണ്ണനെങ്കും ബിസി ഇല്ലേ? ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിന്റെ ഒരു ചെറിയ ഒരു ഇതുണ്ട്, അതേ ഉള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് സാനിയെ വിളിക്കാം. ഓക്കേ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ സാനിയ, സീ യു സൂൺ. ഓക്കേ ബൈ. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല, കഴിക്കണം. സാനിയ കഴിച്ചോ? കഴിക്കുന്നേ. ഞാൻ കഴിച്ചായിരുന്നു. ഞാൻ കഴിക്കാം. കഴിക്കട്ടോ എന്തെങ്കിലും? കഴിക്കാം. ഓക്കേ ബൈ. ബൈ. സാനിയ പറഞ്ഞതല്ലേ എന്തേലും കഴിക്കാം. സാനിയ പറഞ്ഞോണ്ടാന്ന് പറഞ്ഞല്ലോ, വല്ലാത്ത ടേസ്റ്റ് കൊള്ളാം. സാനിയ പറഞ്ഞോണ്ട് വെള്ളം കൂടെ കുടിക്കാം. ഹലോ 223.
223 TV പെരുന്തോസ്. തരിപ്പാ. ആ ഇങ്ങനെ നടന്നോ? ജോസൂട്ടി ഒന്ന് വന്നേ, ജോസൂട്ടി ഒന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ ടർഫ് അടിച്ചെടുക്കണ്ട. ഇത് ഞങ്ങൾക്കല്ലേ പണിയായത്. അതെന്താ ഞാൻ കാര്യം പറ്റേ അവർക്ക് ടർഫറോണ്ട് എന്തായാലും വിളിച്ചെടുക്കാൻ പറ്റും. അതെന്താ 2 വിളിക്കാലോ? ഇല്ല, ഒരെണ്ണം അവര് ഹോൾഡിംഗ് അല്ലേ, അപ്പൊ അവർ ഒരെണ്ണേ വിളിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഒരെണ്ണം ഹോൾഡിംഗ് ആണോ അവര്? അവരേലല്ലേ മറ്റേ ഇതിരിക്കുന്ന ഏതായിരുന്നു? ഡേവിസ്. ഡേവിസ് അവരേലും ഇരിക്കുന്നേ. അല്ല ഡേവിസ് പോയെന്ന് തോന്നുന്നു കെവിയുടെ കയ്യിന്ന്. ഡേവിസ് ആരുണ്ട്? പോയെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ആണോ? ഒന്നാ എനിക്കറിയില്ല. അങ്ങനെയാണ് നിങ്ങൾ ആട്ടേണ്ടി വരും കേട്ടോ. ചോദിച്ചോട്ടെ, ഡേവിസ് പോയില്ലേ? നിങ്ങളൊരു ടർഫ് പോയി ഹോൾഡിംഗ് അല്ലേ? കാർലോ ഒരു മിനിറ്റ്. കാർലോ ഡേവിസ് കയ്യിലുണ്ടല്ലോ നിങ്ങളുടെ. ഡേയ്സ് ഉണ്ട്. ഓൾ ഗുഡ്. എന്തൊക്കെയാ ജോത്തുട്ടി പറയുന്നത്? ഡേവിസ് ഉണ്ട് അവരുടെ കയ്യില്. അതല്ലേ ഞാനും പറഞ്ഞു ഡേവിസ് അവരുടെ ഹോൾഡിംഗ് ആണെന്ന്. ഇത് നമ്മൾ ആകെ കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങളുടെ എത്ര കാർഡുണ്ട് ഇന്ന് നിങ്ങൾ ഏതാ വിളിക്കാൻ പോണേ? ഞാൻ കാര്യം പറ്റേ, ഞാൻ കുറച്ച് കാർഡ് കടം മേടിച്ചിട്ടാണ് ഇന്ന് വിളിക്കാൻ പോണത്. അത് ഏതാ വിളിക്കാൻ പോണത്? ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് 2 ഉണ്ട്. അതുകൊണ്ട് എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. ഞാൻ ഒന്നെങ്കില് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ഒരു ആട്ടം. എന്നിട്ട് കാർഡ് എന്റെ അടുത്ത് തന്നെ ചോദിക്കണം അല്ലേ? അല്ലെ, ഞാനൊരു കാര്യം പറ്റാ അസു. ഇതിപ്പോ എന്താ കഴിഞ്ഞാല് ഈ ടിവിയും മറ്റേ നിങ്ങൾ വേറെ കൂടെ ഉണ്ടല്ലോ, ഏതാണ്? റാഞ്ചോയും ഈസ്റ്റ്. ഇതൊന്നും ഇവ ആരും വിളിക്കാൻ പോകും. ഇവന്മാരൊക്കെ മറ്റേ സൈഫറൊക്കെ നോക്കി വിളിച്ചേക്കുന്നത്. നമ്മളെ വിളിക്കണ്ടേ? അത് ശരിയാ. പോയി പോകില്ലേ? അത് ശരിയാ. ബാക്കി ചോദിച്ചിട്ടുണ്ട്. കേവിക്ക് എന്തായാലും വിളിക്കാൻ പറ്റും. ബാക്കിയുള്ള നമ്മൾ അടിച്ചോളാം. കാലൊക്കെ അങ്ങ് നടക്കാൻ വരാ. ഇതൊക്കെ ഇവിടെ ഉള്ളേ ഇല്ലേ, നമ്മ പിന്നെ കൊടുക്കാം. പിന്നല്ല എവിടെയായിരുന്നു? അതാ വന്നു കാർലോടെ കാർഡ് 36 കാർഡോടെ കൂട്ടി വിളിച്ചോ കേട്ടാ. എങ്ങനെ കേട്ടില്ല? കാർലോടെ കാർഡ് 36 കാർഡ്. കണക്കറിയില്ലേ? 37. ഒന്നിങ്ങോട്ടൊന്ന് ഒരു മിനിറ്റ്. അണ്ണാ ഇവിടെ ഗണ്ണ് കൊണ്ടുവന്നാ കൊണ്ടുവന്ന് എടുത്തേ. എല്ലാം എടുക്കുന്നില്ല. അതിരുന്നോട്ടെ. എന്തിനാ ഇവിടെ ഗണ്ണിന്റെ ആവശ്യമില്ലല്ലോ. അല്ല ഇവിടെ കണ്ണെടുക്കാവോ? ഇല്ല, എന്തിനാ ഇപ്പൊ ഗണ്ണെടുക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ കണ്ണ് കൊണ്ടുവരാമെന്ന് ചോദിച്ചേ. കയ്യിൽ കഷത്തിൽ ഇരുന്നോണ്ട് കുഴപ്പമില്ല. അതെടുത്ത് വെളിയിലിട്ട് ആട്ടാതിരുന്നാ മതി. ഇതിലൊരു ചെറിയ സാധനമുണ്ട്. നിനക്ക് സാമാനം ഉണ്ടെന്ന് വിചാരിച്ച് നീ വഴി പോണ എല്ലായിടത്തും ആട്ടുവോ? അത് ആവശ്യമുള്ളടത്ത് ആട്ടിയാ പോരെ? അല്ല ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോവാം. ഒരു പ്രശ്നവുമില്ല. ആരുമായിട്ടും തൽക്കാലം നമുക്ക് ഒരു പ്രശ്നമില്ല. നീ ഇപ്പൊ ഭയങ്കര ഇറഗുലർ ആയിട്ട് വരുന്ന ഒരു വൃത്തികെട്ട കോലീഡറാ. ടിവിയെ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട കോലീഡർ. അനാവശ്യമല്ല, സത്യമാണ്. ഇവിടെ പിള്ളേരെല്ലാം പറയല്ലേ വലിയ പ്രശ്നം ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? വലിയ പ്രശ്നം ഉണ്ടാക്കാം. അയാളാ ഷാഡോ നിഴലെന്തോ പറയുന്നു കേക്ക്. റെഡി 223 പോയിന്റ് വെച്ചായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. ഇത് MRC അല്ലേ? എവിടെ ഇരിക്കും? അതുപോലെ എല്ലാ ഫാമിലീസും അതുപോലെ പേര് കൂട്ടി വേണം വിളിക്കാൻ. ആരെ വിളിക്കുന്നതാണ് മനസ്സിലാകുന്നത്. പിന്നെ ഒരാള് വിളിക്കാതിരിക്കും. അവര് വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലെ കൂട്ടി വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇത് MRC ഇല്ലേ ഓപ്ഷന്? നമുക്ക് ഒരുപാട് സമയം ചേംബർ ഹിൽസ് ആണ്. അത് ഹോൾഡ് ചെയ്യുന്നത് TG ആണ്. ചേംബർ ഹിൽസ് സ്റ്റാർട്ടിംഗ് ഫ്രം 10 പോയിന്റ്.
നമുക്കങ്ങ് വിളിച്ചാലോടാ. ആണ് TG ആണ് ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം 10. AJ12 വിളിച്ചിരിക്കുകയാണ്. നമുക്ക് വിളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അടിച്ചങ്ങ് എടുക്കായിരുന്നല്ലേ എല്ലാം. 12 പോയിന്റ്. PR ടീം എത്തിയിട്ടുണ്ട്. മൈൻഡ് പോലും ചെയ്യരുത് അച്ചീവ് ഒന്നും. ബോസും തീയും കായും പോയും ഒക്കെ ഇടുന്നവനെ. ABP 15 ചേംബർ. KV എന്താ വിളിക്കാത്ത? KV ആണോ ചേംബർ? ABP 15 ചേംബർ വിളിച്ചിരിക്കുകയാണ്. എന്താ ചേംബർ വിളിക്കാത്തെ? TG ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇല്ല എന്തോ ഒരു പറഞ്ഞു ABP 15 പോയിന്റ് സെക്കൻഡ് കോൾ. ഷെയ്ക്ക് തോന്നിക്കുന്നു. എത്രയാണെന്ന് വിളിച്ച കേട്ടിട്ട്. ഷെയ്ക്ക് ഒന്ന് വന്നേ. ഷെയ്ക്ക് ഒന്ന് വന്നേ. ABA20 വിളിച്ചിരിക്കുകയാണ്. ഷെയ്ക്ക് ഒരു 10 കാർഡ് കടന്താ. ആണ് ഓപ്പോസിറ്റ്. ആക്ച്വലി TDS 0 കാർഡ് വിളിച്ചിരിക്കുന്നു. മനസ്സിലായോ? ആടില്ലേ മാക്ക് അതാ പറഞ്ഞത്, മാക്ക് കണ്ടില്ല ഫ്രണ്ട് സീറ്റ് പോയിരിക്കുന്നുണ്ട്. അതാ വരുന്നു, ഓടി വരുന്നു. ഒറ്റ കാർഡ് പോലും ഇല്ല. കാറൊക്കെ എന്ത് ചെയ്തു നിങ്ങള്? TG ആണ്. നമ്മള് ഒരാഴ്ച ലീവിന് പോയല്ലോ സസ്പെൻഷനില്. അപ്പൊ അതൊക്കെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് മാക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്ത് ഇതിന്റെ അകത്ത് വെച്ചു, ലോക്കറിന്റെ അകത്ത്. പക്ഷെ അത് എക്സ്പയർ ആയി പോയി. അതറിയില്ലായിരുന്നു മാക്കിന്. എക്സ്പയർ ആവാനുള്ള സാമാന്യ ബോധം പോലും ഇല്ല ഇത്. എത്ര കാർഡ് കൊണ്ട് കളഞ്ഞു? 50 60 അയ്യോ 60 കാർഡ് എടുത്ത് കൊണ്ടുപോയതാണോ അറിയില്ല. വേറെ കാര്യം. ABA30 അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ശരിക്കും ഇതിനൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഒരാഴ്ചയാണ് ഇതിന്റെ വാലിഡിറ്റി. ഇവിടെ വെച്ചൊരു കയ്യാങ്ങളി വേണ്ട അണ്ണാ. പ്രശ്നമല്ലടാ, നമ്മള് കാർഡിനെ പറ്റി സംസാരിക്കില്ല. ആണ്. അത് അങ്ങനെ ഒരു വാണപ്പ്. TG ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പം ഇതെന്ത് അപ്പൊ ചെയ്യോ? ഇത് പുറത്ത് ഗവൺമെന്റിനോട് സംസാരിച്ച് നമുക്ക് ഗവൺമെന്റിനോട് സംസാരിച്ച ഗവൺമെന്റ് നല്ല താറ്റും, അല്ലാതെ ഒന്നും നടക്കാൻ പോലുള്ള. ഇത് എക്സ്പീരിയൻസ് റേറ്റ് ഉണ്ട് ഇതിന്. അല്ല ഇത് പൈസ കൊടുത്താ കിട്ടണാണോ? അപ്പൊ അല്ല അങ്ങനെയെങ്കിലും കിട്ടൂല. അല്ല മാക്ക് ഞാൻ ചോദിക്കട്ടെ, നീ ഇതില്ല നമ്മുടെ കാർഡില്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്നേ? അതുകൊണ്ട് ചുമ്മാ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അപ്പാപ്പൻ എവിടെയോ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടില്ലെങ്കിൽ പണി എന്ത് അതുകൊണ്ടാ വെളി ഫ്രണ്ടിൽ പോരുന്നത്. വന്നില്ലെങ്കിൽ പണി കിട്ടുമല്ലോ. പറയുമ്പോ കാറിലൊന്നും ചോദിച്ചു നോക്കാം അല്ലേ? കാറിലൊക്കെ കടത്തില്ല. കാറിലൊക്കെ ഞങ്ങള് നമ്മൾ എത്ര അപ്പാ കൊടുക്കുള്ളൂ? 49 കാർഡോ 54 കാർഡൊന്നും ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി. ഞങ്ങളുടെ 37 ഉള്ളൂ. 54 കാർഡ് ഇനി അങ്ങോട്ട് കൊടുക്കാനാണ് കാറിലൊക്കെ. ഞങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ടർഫിലായിരുന്ന സമയത്ത് ഞങ്ങൾ ആ ടർഫ് വെച്ചാ മേടിച്ചത്. അതിലൊരു രാശിയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 2 ടർഫ് കിട്ടി. പക്ഷെ ഇനി ഞങ്ങൾ അവർക്ക് ടർഫ് വിളിക്കാൻ നമ്മൾ കൊടുക്കണം. ഇല്ല 37 ഉള്ളു കയ്യിൽ. അതല്ലേ 10 ഷേക്കിനോട് കടഞ്ഞു വയ്ക്കാൻ വന്നത് ഞാൻ. ഇല്ല ഞാൻ പറയുമ്പോ ആരെയും വിളിക്കാത്തവരുണ്ടോന്ന് ഒന്ന് അനൗൺസ് ചെയ്ത് നോക്കാം പാപ്പ. ഇവിടെ ആരെങ്കിലും വിളിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് പൈസ കൊണ്ട് കൊടുക്കാം. കമ്പാറിന് വേണ്ടി സർവത്ത് മേടിച്ചു കൊടുത്താൽ മതി. കേവേക്ക് ടർഫ് കിട്ടിയോന്ന് ചോദിച്ചു നോക്കട്ടെ. കേവേക്ക് ടർഫ് കിട്ടിയില്ലേ? വാങ്ങിച്ചിട്ട് വന്നു നോക്കട്ടെ. ഒരു മിനിറ്റ് ജൂനിയർ പാപ്പ ടർഫ് മേടിച്ചോ? 30 കിട്ടിയത്. 30 കിട്ടിയോ? നിങ്ങൾക്ക് ഒരെണ്ണല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. 30 കിട്ടി. കാർലോ അപ്പൊ അടുത്ത ആഴ്ച തന്നാ പോരെ? മതി. അപ്പൊ ഷേക്ക് ഒരു 36 കാർഡ് 37 കാർഡ് വേണം. ഞാൻ തരണം തിരിച്ചു തരണം. ഓക്കെ അതാ 37 കാർഡിന് നിങ്ങൾ ഏതാന്ന് വെച്ചാ വിളിച്ചോ. കൊടുത്തു. ഇല്ല കാർഡ് കൊടുക്കണമായിരുന്നല്ലേ? എടാ ഞാൻ ഓർത്തില്ലടാ. അയ്യോ ഇനി അവരോട് പറയുകയും ചെയ്ത് ഇനി ഞാൻ എങ്ങനെ നോ പറയും? എടാ ഞാനത് ഓർത്തില്ലടാ. എന്റെ 1 സെക്കൻഡ് ഓർമ്മിച്ചായിരുന്നു പറഞ്ഞത്. അയ്യോ TJക്ക് കിട്ടുമോ നോക്കട്ടെ. TJക്ക് KV കൊടുക്കും. റാഞ്ചോ TV ആണ് ഓപ്പോസിറ്റ്. കള്ളന്മാരെ
നമുക്ക് കാരണല്ലോ. നമുക്കിട്ടാണല്ലോ വച്ചമ്പി. ഫസ്റ്റ് കോൾ. ഹലോ ബ്രോ, ഇത് കാരണം നമ്മള് കാർഡ് കൊടുത്ത് MRC കൊണ്ട് തിരിച്ചു പോയി നമുക്ക് ഇതിനെ വിളിപ്പിക്കാൻ കേട്ടോ. അവര് മടിയിട്ടൊക്കെ വിളിക്കും നേരെ വന്ന്. മടി കൊടുത്ത് അടി വാങ്ങുന്നത് പറഞ്ഞ പോലെ. ഇതൊക്കെ ഒരു രസമല്ലേ പാപ്പ, നമുക്ക് തിരിച്ചടിച്ചെടുക്കാലോ. അടിച്ചെടുത്താ ചില്ലല്ലേ ചില്ല. അത്രയുള്ള കോമ്പറ്റീഷൻ ഒക്കെ വരട്ടെ. രസമല്ലേ, അതാണ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അതെ അതെ. നമ്മുടെ കോഹ്ലിയുടെ ഒറ്റയ്ക്ക് സംസാരിക്കണം നമുക്ക്. ഹലോ ഹലോ ആ ദേവകുട്ടി പറഞ്ഞോ. ഞാനത് വാസുണ്ണ എന്തോ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനിവിടെ വന്നതേ ഉള്ളൂ. ഓ കുഴപ്പമില്ല, ഞാൻ ചന്ദ്രനെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ അവര് ക്യൂവിൽ നിൽക്കും. അവര് കേറി കഴിഞ്ഞാൽ നമുക്ക് പ്രീവാറും വാറായിട്ട് തന്നെ പോഞ്ഞൊരു സോൾവിങ് വേണ്ട. അവർക്കും വേട്ടടിക്കും. അങ്ങനെ പോട്ടെ ദേവകുട്ടി. സീനൊന്നും ലക്ഷ്യം കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും അവര് ക്യൂല എല്ലാരും 100 ക്യൂലൊക്കെയാണ് കിടക്കുന്നത്. അതാണ് ലേറ്റ് ആവുന്നത്. അവര് കേറി കഴിഞ്ഞാൽ പറയാം. താങ്ക് യു വാസുണ്ണ, താങ്ക് യു. ഗാന്ധിജി സ്വപ്നം കണ്ട സിറ്റ് ചെയ്ത് സത്യമല്ലേ? ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം. കാരണം അത് ഇന്നും കൂടെ ഉള്ളൂ ആ പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നൂടെ ഉള്ള കാർഡ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിലായോ? റീസെറ്റ് ആവും മൊത്തം. പുതിയതായിട്ട് നിങ്ങൾ ആദ്യം തൊട്ട് ലോയൽറ്റി പോയിന്റ് കയറ്റേണ്ടി വരും. ഇന്നൂടെ ഉള്ളത് ഇത് ലോയൽറ്റി പോയിന്റ് ഇന്നൂടെ ഉള്ളു. അപ്പൊ പിന്നെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിന് അവര് വിളിക്കട്ടെ. നമ്മള് മണി ട്രിപ്പ് വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, കളിക്കാം നമുക്ക്. വീണ്ടും ലോയൽറ്റി പോയിന്റ് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പം നിങ്ങൾക്ക് either ഇന്ന് ഓപ്ഷൻ വിളിച്ചെടുത്ത് നിങ്ങളുടെ പോയിന്റ് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ലോയൽറ്റി ഷോപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് പിന്നെ റിട്ടേണബിൾ അല്ല. കാർഡ് എവിടുന്ന മേടിക്കുന്നേ? ഇവിടുന്ന അടുത്ത വിളിച്ചോ. രണ്ട് കാർഡുണ്ട് കാണോ? അടുത്ത ടർഫ് ഡേവിസ് ആണ്. KV ആണ് കോൾ ചെയ്യുന്നത്. ഡേവിസ് പോയിന്റ് സ്റ്റാർട്ട് ഫ്രം 10. AVP 20 KV ആണ് കോൾ ചെയ്യുന്നത്. എന്തോ കേട്ടില്ല. കിട്ടിയോ? രണ്ടെണ്ണം കിട്ടിയാ? KVP 30 വിളിച്ചിരിക്കുന്നു. 39 കാർഡുണ്ട് ടോട്ടല്. എന്തായാലും ഇത് തീരും. അപ്പൊ പിന്നെ നമുക്ക് വേറെ വഴിയില്ല. വീട്ടുകള് ഓൾ ദ ബെസ്റ്റ്. അതിൽ 2 കാർഡ് ജോസൂട്ടി തന്നാണേ. അയ്യോ അല്ല എനിക്കാന്ന് പറഞ്ഞു തന്നതാ, കുഴപ്പമില്ല. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. എന്തൊക്കെയല്ല നടക്കാൻ സിറ്റിയില് എന്റെ അള്ളേ. നമുക്കാ പറഞ്ഞ തരൂല്ലെന്ന്. നമ്മുടെ കോഹ്ലി ഇടുന്നത് എവിടെയോ പോയി വള്ളി എന്തോ പിടിക്കുവോ കേട്ടാ. കത്തി ഒരു മൂച്ചാ കത്തി കൊണ്ട് നടക്കുന്നുണ്ട് അത് വഴി. വിളിച്ചു. പിന്നെ വേറെ ഏതാ വിളിച്ചത്? ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്ന ഏതാണ് അടുത്ത്? ഇനി എത്ര എണ്ണം കൂടെ ബാക്കിയുണ്ട്? ഇനി എത്ര ടർഫ് കൂടെ ബാക്കിയുണ്ട്? 2 ഉണ്ടല്ലേ? മൊത്തം 5 ആണോ? മൊത്തം 4 ഉള്ളൂ. ഇന്ന് എന്തായാലും കാർഡ് എക്സ്പയർ ആവും, മനസ്സിലായ? ഓ എത്ര വിളിച്ചേ? ആരും വിളിച്ചില്ല. ഏതാ ഏതാ ഏതാ? നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മള് 2 അടിച്ചിട്ടില്ല.
ഒരെണ്ണല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. എത്ര ID 916 അല്ലേ? ഒരാള് അച്ഛൻ ടൈമിൽ വിളിക്കുക, എല്ലാരും കൂടെ വിളിച്ച് ആരാ വിളിക്കുന്ന വിളിച്ചിരിക്കും. ഓപ്പോസിറ്റ് TV ആണ് കോഡ് TDS 45 വിളിച്ചിരിക്കും. 50 ഒരു കാർഡിന് നീ ഒരു കോടി വെച്ച് ചോദിച്ചോ ബ്ലാക്ക് ECB ആണ് കോഡ് ചെയ്യുന്നത് TV ആണ്. കാർഡ് കൊടുത്തു 15 സുഖം. നീ ഇവിടെ കയറിയ നീ കയറിയടാ നോറ പിന്നെ സെക്കൻഡ് കോൾ ഗണ്ണ് വാങ്ങ്. ഇല്ല ബ്രോ കുഴപ്പമില്ല, ചില്ലാവ്. നമുക്ക് ആവശ്യത്തിന് ഗണ്ണ് ബാക്കപ്പ് ഉണ്ട്, ചില്ലാവ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ RP അടിയല്ലാതെ എന്തെങ്കിലും കാണണ ഒരു ദിവസം. ഇതൊന്നും സോൾവും അങ്ങനൊന്നും അല്ല. ജസ്റ്റ് പറയടാ കേക്ക് പറ. നമ്മള് 2 ടർഫ് ഡേവിസും മണി ടർഫും റാഞ്ചോയും മണി ടർഫും ബ്രോ. അപ്പൊ നിന്റെ അച്ഛനെ പറയുമ്പോ നിന്റെ വീടിന്റെ അടുത്തുള്ള വേറെ ആരെല്ലാം അച്ഛന്റെ പേര് പറയോ? അതിർത്തിയല്ലേ ഡേവിസും റാഞ്ചോ എന്ന് പറയുന്നത്. ഇല്ലറ സൂക്കേടല്ല, കൊറേ ഫണ്ട് ഇറക്കുന്നുണ്ട്. ഒന്നുമില്ല ഞാൻ ഇപ്പൊ എനിക്ക് കോള് വരുന്ന അർജന്റ്. വിളിച്ചില്ല അറിയിക്കുകയാണ്. കുഴിയിലോട്ട് കാലെടുത്തിരിക്കുന്ന കളവനൊക്കെ ഇന്നും കൂടെ കഴിയുമ്പോ റീസെറ്റ് ആവും. അപ്പം അതിനു മുമ്പ് നിങ്ങൾക്ക് ബണ്ടിലായിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. മെസ്സേജ് ഒന്നും മറന്നോ? ഹലോ ഹലോ അസണ പറ ദർശന. തുടങ്ങാൻ പോകുന്നത് സുഖമാണ്. ദർശനക്ക് സുഖമല്ലേ? ഓ എനിക്ക് സുഖാണ്. ഞാനേ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. ആ ഫുഡൊക്കെ കഴിക്കണം, ഹെൽത്ത് ഒക്കെ നോക്കണം. ഉറപ്പായിട്ടും ദർശന പറഞ്ഞോണ്ട് ഫുഡ് കഴിക്കുകയാണെ. ഹലോ ഒരു മിനിറ്റ് എന്നെ ഇങ്ങനെ വിളിച്ച് ഓർപ്പിക്കാനൊന്നും ആരും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാണോ അതല്ലേ വിളിച്ചത്? അല്ല മെസ്സേജ് ഇട്ടോ, തിരക്കാണെങ്കിലോ എന്ന് വിചാരിച്ച മെസ്സേജ്. ഒരു മിനിറ്റ് ദർശന, ഇപ്പൊ വിളിക്കാവേ. ഓക്കെ ഓക്കെ. ചരിപ്പ് പോടാ, എന്താ നിനക്കൊക്കെ? നൈസായിട്ട് അതിന്റെ ഇടയ്ക്കൂടെ കയറി വെച്ചിട്ട് പോവാം. മാസ്റ്റർ BGM ഇട്ട് പോണല്ലേ? ഞാൻ എല്ലായിടത്തും കട ആദ്യം ചോദിച്ചു വെച്ചായിരുന്നേ. പിന്നെ കുഴപ്പമില്ല, ഈ 2 മാത്രത്തിന് അധികം വെച്ചത് അതുകൂടെ കയറ്റി വിളിച്ചൂടായിരുന്നോ? ഇല്ല ഞാൻ 10 കയറ്റിയില്ലേ ഞാൻ വിളിച്ചത്. പിന്നെ 2 ഇരിക്കുന്നതിന് വെച്ചു. അവരെ 40 വെച്ചപ്പോ ഞാൻ ഞാൻ 2 കാർഡ് MRC ചേർത്ത് കൊടുത്തു കേട്ടോ. അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് തരുവാണെന്ന് പറഞ്ഞിട്ടാണോ മേടിച്ചതെന്ന് ചോദിച്ചു. ആ 2 MRC കൊടുത്തു കേട്ടാ. അതവൻ എടുക്കട്ടെ. ഇതൊക്കെ നമ്മളിതിലൊന്നും ഒരു ഇതും വെക്കരുത്. വാസു മനസ്സിലായില്ലേ? നമ്മൾ ദേഷ്യം വെക്കരുത്. അപ്പൊ കൊണ്ടുപോട്ടെ. അതല്ലേ അതിന്റെ ഒരു രസം. ഞാൻ കാര്യം പറട്ടെ, നമ്മൾ ആകെ വരുമ്പോ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ആ രീതിയിൽ പോട്ടെ. അതൊക്കെ അത്രേ ഉള്ളു. പിന്നെ അല്ലാതെ ഇന്നലെ തന്നെ നമ്മൾ എന്തോ ഒരു തന്തക്ക് തള്ളക്ക് വിളിച്ച് ഇന്ന് കണ്ടപ്പോ ഞാൻ പോയി സംസാരിച്ചില്ലേ മേക്കേറ്റ് എടുത്ത് 2 നല്ല വാക്ക്. പിന്നെ എത്ര ഉള്ളത്? അതൊക്കെ എത്ര ഉള്ള ജോസുട്ടി. ഓക്കെ ജോസുട്ടി, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ടർഫിൽ കാണാം. ഓക്കെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ബാക്കി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓക്കോ ഹീലബിൾസ് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല അപ്പ, ഇല്ല നമുക്ക് എല്ലാ ആവശ്യത്തിനുണ്ട് അപ്പ. അതോ? പിന്നെ നമുക്കൊരു ഇല്ല, നമുക്ക് എല്ലാം കൂടെ അപ്പ ഒരു 4-5 പ്രീവാർ നോക്കാനുള്ള ഉണ്ട്.
തൽക്കാലം ഉണ്ടല്ലേ? അതെ. ഒന്നാ ഒരു 100 അടിക്കുക. നിന്റെ അച്ഛന് കൊടുക്കാൻ 100 കൊറേ കട്ട് വിറ്റ് മുടിച്ച് ഗ്യാങ് ഈ പരുവത്തിലാക്കി വെച്ചിട്ട് നിന്റെ ഡാഡി ആരാ നിനക്ക് അതിന് അറിയാവോടാ? അറിയാത്ത ആളെ പറഞ്ഞാൽ നിനക്ക് എങ്ങനെ പൊള്ളുന്നേ? നിന്റെ തന്ത ആരാ നിനക്ക് അറിയാത്ത പിന്നെ നിനക്ക് എങ്ങനെ ഇത്ര പൊള്ളാൻ? അണ്ണാ ഒരു സെക്കൻഡ് അണ്ണന്റെ ഡാഡിയുടെ പേരെന്ന് പറഞ്ഞേ, എന്റെ നോട്ട് പേര് എടുത്തെടുക്കട്ടെ. അണ്ണാ ഡാഡിയുടെ പേരെന്ന് പറഞ്ഞേ. അല്ല കോള് വരുന്നൊരു കറക്റ്റ് സമയത്തോടെ അത്ര നല്ല ടൈമിങ്ങിൽ നീ എന്നെ വിളിച്ചിട്ടില്ല എന്നെ. ഇല്ല നീ കാര്യം പറ. ഇല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. നീ എവിടെ ഉണ്ട്? നിനക്ക് സുഖമല്ലേ? സന്തോഷ വാർത്തയുണ്ട്. എന്താണ് ഇന്ന് ലൈനപ്പിൽ നീ ഇല്ല. ഇന്ന് ലൈനപ്പിൽ നീ ഇല്ല. അവിടെ സ്പാം വന്നാണേ ശല്യമായിരിക്കും അണ്ണൻ കണ്ടോ? ഒരു പട്ടി സ്പാം ചെയ്യത്തില്ല നിനക്ക് വേണ്ടി എന്തായാലും. ആണല്ലേ? അതെ. അത് വർത്താനം. ഞാൻ 2 മാസം ഡയലോഗ് ഒക്കെ അടിച്ച് ദേവക്കുട്ടിയുടെ മുഖത്ത് നോക്കി. കുഴപ്പമില്ല. സ്പെക്കിൽ ഇതാക്കിയാ മതി. കാടല്ല, അവർക്ക് കാടൊക്കെ എടുത്ത് കൊടുത്ത്. കാർഡായിട്ടാണോ കൊടുത്തേ? ആർക്കാ? MRCക്ക് കാടായിട്ട് കൊടുത്ത്. നിങ്ങക്ക് വേണമായിരുന്നോ? കാർഡായിട്ട് കൊടുക്കണ്ടായിരുന്നു. പോയിന്റ് വെച്ച് ഒരു 10 ഗണ്ണിങ് മേടിക്കായിരുന്നു. പോയിന്റ് കൊടുക്കാൻ പറ്റത്തില്ല ജോഡി. സാധനം വാങ്ങി തരാനല്ലേ പറ്റത്തുള്ളൂ. അല്ല പോയിന്റ് ബണ്ടിൽ ഞാൻ കാര്യം പോയി തിരിച്ചു മേടിച്ചിട്ട് വാറാക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ എന്റെ കാർഡ് കാണാതൊക്കെ പറഞ്ഞു പോയി അടിയുണ്ടാക്കട്ടെ അവിടെ. പോയിന്റ് അങ്ങ് ചോദിക്കും. കാർഡായിട്ട് ചോദിക്കട്ടെ. എന്തൊക്കെയാണ് കണ്ണാപ്പി വേണം എന്നാ? അത് കറക്റ്റ്. എന്താ പപ്പ? നമുക്കിപ്പോ പ്രീവാർ ഉണ്ട് വാസവനെ. പ്രീവാർ അവർക്ക് അവരുടെ സിറ്റിയിലെ ആൾക്കാർ അവരുടെ ക്യൂലാണെന്നേ ദേവക്കുട്ടി വിളിച്ചായിരുന്നേ. ദേവക്കുട്ടി നാളത്തേക്ക് മാറ്റാൻ പാടോ? അയ്യോ അതില്ല, നാളത്തേക്കൊന്നും മാറ്റണം പപ്പ, ഇന്നത്തേക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. കത്തല് പോക്കര് കാരണവര് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ദേവിയില് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡെവലപ്പേഴ്സ് രാപ്പകലില്ലാതെ പണിയെടുത്ത് എന്തോ ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഇരുന്ന് മാസ് അടിച്ച് ദേവി അത് ഒന്നും പ്രത്യേകിച്ച് ഞാൻ തത്സമയമുള്ള സമയത്ത് ഞാനിപ്പോ അവന് വേണ്ടിയുള്ള ഡീൽ എന്താണെന്ന് അറിയോ? ഈ മാസത്തെ സ്ട്രീം കൂടെ കഴിഞ്ഞിട്ട് അവന്റെ കൂടെ 1 മാസം പോയി താമസിക്കാന്നാണ് പറഞ്ഞേക്കണേ. അല്ല ഇതൊക്കെ വേറെ കാര്യം പറഞ്ഞല്ലോ. അതാര്? പിള്ളേർ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കോ. ഇങ്ങനെ ഓരോന്നെടുത്ത് വെച്ച് രാത്രി ആകുമ്പോ 2 പെഗ് അടിച്ച് വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കാണിക്കും. ഞാൻ വെള്ളം കൈകൊണ്ട് പോലെ തൊടാറില്ല. ഡയറക്റ്റ് ഗ്ലാസ്സിലേക്കല്ലേ കുടിക്കണം, കൈ കൊണ്ട് ആവശ്യമില്ലല്ലോ. പറഞ്ഞപ്പോ ഒരു വേരിയേഷൻ പി എൽ 2-6 അല്ല ഞാൻ പറയട്ടെ, ഒരു കുഴപ്പമില്ല. 2-10 എനിക്ക് പെട്ടെന്ന് പി എല്. കൂടിയോ നമുക്ക് പോയാലോ? ഈ ടോപ്പിക്കേ വിടാം. അപ്പൊ ശരിക്കും പോയിട്ട് വരാം. ബൈ ബൈ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് 2 ടർഫ് ഓൾറെഡി ഇല്ലേ? നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലായില്ലേ? ഇനിയാണ് നമ്മൾ ഡീലിലോട്ട് കടക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ 38 കാർഡുകൾ നാളെ തന്നല്ലോ. അപ്പൊ ഇനി ഒരു കാർഡിന് ഒരു 10 CR വെച്ചിട്ട് 38 കാർഡിന് ഒരു 380 CR. നിങ്ങൾ ടി വി അപ്പാപ്പനായിട്ട് സംസാരിക്കും. ബ്രാവോ ആയിട്ട് അല്ല, ഞാൻ ടി വി അപ്പാപ്പനായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലല്ല, ടി വി അപ്പാപ്പ എന്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പാപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ സമാധാനത്തിൽ ലവ് ഫ്രം MRC എന്നൊക്കെ വന്നു. അതിപ്പോ മാറി കൊട്ടവാസു എന്നൊക്കെ പറഞ്ഞു വരും. അതിന് അവര് ടർഫ് അടിക്കട്ടെ. അവര് അപ്പൊ ഇനി അമ്മാരുടെ പൈസയും കൂടെ മേടിച്ചിട്ട് വേണം ബാക്കി. മൈക്ക് മാറി കിടക്കുവാന്നോ? അതല്ല ഈ മൈക്കിൽ എനിക്ക് ഇത്രേ ഉള്ളു.
പോണതോ ഇല്ല അത് അവിടെ വണ്ടി വാ 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 വണ്ടിതാ ഞാൻ ഓടിക്കും ഞാൻ ഓടിക്കും ഞാനില്ല ഹെലി ഞാൻ വരത്തില്ല നിങ്ങൾ ഹെലി പൊക്കോ എന്റെ ഓറ മൈനസ് ആക്കിയല്ലോ ഇല്ല ഓറ മനസ്സായ ഞാൻ വലിയ കാര്യത്തിൽ വണ്ടി വട്ടമൊക്കെ വെച്ച് പിക്ക് ചെയ്ത് വണ്ടി ഫ്രണ്ടൊക്കെ ചാടിച്ചു പോവാന്ന് ഓർത്ത്. അയ്യോ ഇല്ലടാ ഈ വണ്ടി ഞാൻ വേറെ ആർക്കും ഓടിക്കാൻ കൊടുക്കൂലടാ. ഞാൻ 2-3 മലയൊക്കെ ചാടിയിട്ട് വന്ന് ഫ്യൂവലെങ്ങാനും തീർത്തിരുന്നേ അടിക്കുമായിരുന്നല്ലോ നിന്നെ. ഫ്യൂൽ ഞാൻ 2 അടിച്ച് വന്നപ്പോ 40 ഉള്ളു, ഇപ്പൊ 70 ഉണ്ട്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എല്ലാരും എന്തിയടാ കുറച്ച് റേഡിയോ ബാക്കി എന്താ തീരെയും കേൾക്കാൻ കയറിപ്പോ. അണ്ണൻ ഇവിടെയൊക്കെ ടെക്സ്ചർ ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ കിടലും ബി സി അല്ലടാ എന്റെ. ഞാൻ എപ്പോ വന്നാലും ഇവിടെ ടെക്സ്ചർ കാണുന്നില്ല. അത് മൂഞ്ച ബി സി ആയണ്ട എന്റെ അത്രയും കിടലല്ല അതാ. അണ്ണൻ എത്ര FPS ഉണ്ട് ഇവിടെ? 310. എനിക്ക് 420 ഉണ്ട്. ശരിക്കും എത്ര ഉണ്ട്? 150. 290. എന്നാലും കൂടുതലാണല്ലോ. ഇതിന്റെ ഓറ പൊട്ടം നോക്കിയതല്ലടാ അവിടെ. ഇതിന്റെയൊക്കെ എത്ര കൂട്ടിയാലും ഓറ അങ്ങനെ തന്നെ ഇരിക്കുന്നുള്ളൂ, മനസ്സിലായോ? ഇത് 2 മിനിറ്റ് മൈനസ് ആകും. അത് ഉറപ്പല്ലേ? നീ ഇന്ന് വാറില് പിക്കൊന്നും എടുക്കാതെ പുഴുത്തിയാവുമ്പോ നിന്റെ ഓറ പുള്ളി പോകും. 3 വീക്ക് എടുക്കൂലേ? ഇന്നോ? ഇന്ന് 3 പിക്ക് എടുത്താൽ നിനക്ക് ഞാൻ 5000 രൂപ തരുമല്ലോ. ഉറപ്പാ? വാറില് 3 പിക്ക് എടുത്താൽ 5000 രൂപ കൈ വെച്ചില്ല. എന്താ ലാസ്റ്റ് ലൈറ്റ് ഇടത്തില്ലേ? ചിലപ്പോ എനിക്ക് ഈഗോ അടിച്ച ചിലപ്പോ എല്ലാവരും ഇടത്തില്ല. അങ്ങനെയില്ല. മാർക്കറ്റുള്ളത് അതെ ഇവന് ഹോപ്പ് കൊടുത്തിട്ട് ലൈനപ്പിൽ ഇടാതിരുന്നാ മതി. ഇതൊക്കെ നമ്മൾ എത്ര കാലമായിട്ട് ചെയ്ത പരിപാടികളാണ്. ഫ്രീ വാറിന് ഇറക്കിയിട്ട് ഇവരെ പറഞ്ഞു വിടും. വേറെ ബ്രോ താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. സിറ്റിയിൽ പവർ കട്ട് പറയുന്നില്ലല്ലേ അങ്ങോട്ട്? സിറ്റിയിൽ പവർ കട്ട്. ഇത്രയും വെള്ളം ഇതൊക്കെ ഉള്ള ഈ നാട്ടിൽ എങ്ങനെയാണ് പവർ കട്ട് വരുന്നത്? എന്നും മഴയുണ്ട്, ഇതെങ്ങനെ പവർ കട്ട് വരുന്നത്? ഇതിലൊന്നും പപ്പ പൈസ മുടക്കുന്നില്ല, മനസ്സിലായോ? മരം ഇല്ല, ഇറക്കിയുള്ളൂ, കണക്ഷൻ കൊടുത്തിട്ടൊന്നുമില്ല. അപ്പാപ്പ ഇത് കണ്ടോ മരമൊക്കെ പിടിപ്പിച്ച് സെർവറിൽ ആവശ്യമില്ലാത്ത എല്ലാം കേറ്റും, ആവശ്യമുള്ള ഒന്നും കേറ്റൂല, മനസ്സിലായ? എന്ത് ചെയ്യണേ? ഈ ബിൽ ബോർഡൊക്കെ എന്തിനാണോ ഇതെന്താ സൈഡിൽ കൂടെ തോന്നുന്നു? എന്താ സൈഡിൽ കൂടെ ഒരു വണ്ടി പറന്നു വന്നു, കണ്ടില്ലല്ലേ? ഒരു ഗ്യാങ് വണ്ടി പറന്നു വന്നായിരുന്നു. അതിലൂടെ ഹെലി പോയാൽ മതി, എത്തുന്നില്ലല്ലോ. ഫ്രണ്ട് അണ്ണൻ ഇതിനകത്ത് ഫ്രണ്ട് ഒക്കെ അറിയാവാ? പൊട്ടിക്കാൻ അറിയോ? പൊട്ടിക്കണം. എന്ത് പൊട്ടിക്കണം? എന്റെ പുറന്ന് പറഞ്ഞ് പൊട്ടത്തില്ല വണ്ടി. പൊട്ടിക്കാം. ഇല്ല നീ ഒന്ന് പൊട്ടിച്ചേ. ഉണ്ടാ ഇത്രയല്ലേ ഉള്ളൂ? ഒന്നല്ല, പൊട്ടിച്ചോണ്ടേ ഇരിക്കണം. ഞാൻ കാണിച്ചുതരാം. ടീച്ചർ
ഇത്രയല്ലേ ഉള്ളൂ. അല്ല ഞാൻ കാണിച്ചുതരാം ഇതന്നെ ഞാൻ കാണിച്ച. അണ്ണൻ ഒരെണ്ണേ പൊട്ടിച്ചുള്ളൂ. ഇല്ല ഇതന്നെ ഞാൻ കാണിച്ച. പിന്നെ അല്ല എന്റെ തുറന്നേ കുട്ടിയുള്ളൂ. 1 2 3 4 5 6 ഈസിയാണ് ഇതൊക്കെ. പിന്നെ നിന്റെ ഓർമ്മ മനസ്സിലല്ലോ. എന്താ കോഴിയുടെ അച്ചിപ്പട്ടി അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞാൻ എലി വിദ്യാലയത്തിന്റെ ഫ്രണ്ട്. ഞങ്ങളിവിടെ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അവിടുന്ന് ഞങ്ങൾക്ക് ഒരാളെ കാണാൻ മീറ്റ് ചെയ്യാൻ പോകണ്ടായിരുന്നു. അത് കളഞ്ഞിട്ട് വരുന്ന വഴിയാ. എല്ലാം നിന്നെ അറിയിക്കണോ എന്റെ കാര്യങ്ങളൊക്കെ? നീ നിന്റെ പെണ്ണുപിള്ളയുടെ മറ്റേ എത്രത്തെ പുത്രന്റെ ഒക്കെ കൂടെ പോകുമ്പോ എന്നോട് പറയാറുണ്ടോ? അതുപോലെ എനിക്ക് എന്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളില്ലേ? അയ്യോ വണ്ടി പോണ. നിനക്ക് ശരിക്കുവേ നീ ശരിക്കും പെണ്ണ് കിട്ടാത്തോണ്ടാണോ സിഗ്മ ആയത്? അതോ നീ യഥാർത്ഥത്തിൽ സിഗ്മ ആയിട്ട് ജീവിതത്തിലെ ഡെസ്റ്റിനി സിഗ്മ ആയിട്ട് തീരുമാനം എടുത്താണോ? അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും നീ പെണ്ണ് കിട്ടില്ല. സിഗ്മ എന്ന് പറഞ്ഞ പെണ്ണ് കിട്ടൂല നല്ല അർത്ഥം. പിന്നെ നമ്മളൊരു ക്യാരക്ടർ കീപ്പ് ചെയ്ത് നടക്കും. ബാക്കിയുള്ളവരെങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണിന്റെ പുറകെ പോകും. അടുത്ത പെണ്ണിനെ കാണുമ്പോ ആ പെണ്ണിന്റെ പുറകെ പോകും. നമ്മൾ പുറകെ വെക്കൂടാ. മനസ്സിലായി? അപ്പൊ നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നവരെ നീ വെയിറ്റ് ചെയ്യും. ഇങ്ങോട്ട് വരുന്ന ആ ഒരു ലെവൽ ഓഫ് ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യും. അത് വരാൻ പോകണില്ല. അതുകൊണ്ട് നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞിറക്കും. അപ്പൊ എടാ നിന്റെ സ്വഭാവം കണ്ട ഒരു പെണ്ണുപോലും വരൂലെന്നാണോ നിന്റെ വിചാരം? വെടിക്ക് വെടി എല്ലാം ഉണ്ട് നിനക്ക്. സംസാരം മെറ്റയ്ക്ക് മെറ്റ. ഒരു ആർപി അല്ല ഒരു ഈ സിറ്റിയിൽ ജീവിക്കേണ്ട ഒരാൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഗുണങ്ങളും നിനക്കുണ്ട്. അപ്പൊ പിന്നെ ഒരു പെണ്ണിങ്ങോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എങ്ങനെ വരാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ അതല്ല, നീ ഇങ്ങനെ കാണുന്നവരോടല്ല സിഗ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവരെല്ലാരും വിചാരിക്കും ആ പയ്യ സിഗ്മയല്ലേ. നിങ്ങൾ 508 ഓക്കെ 4 പേരാ. പെട്ടെന്ന് പറഞ്ഞു നോക്കിട്ട്. പെട്ടെന്ന് നോക്കിട്ട് അവന്റെ തന്തയെ കണ്ടുപിടിക്കാൻ പോണം ഇനി. ഓലേ ശല്യം. അണ്ണാ പാർക്കട അല്ല നിന്റെ പള്ള കയറ്റി തീർത്ത്. ഇപ്പൊ ഇത്രേ ഉള്ളൂ. വീട് ഇതൊക്കെ അന്ന് അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തട്ടിക്കളിക്കുന്ന ഇരുമ്പിനെയാണെന്ന്. ഇരുമ്പിന്റെ അടി തലക്കടിച്ചു കേട്ടോ. കറക്റ്റ് പറഞ്ഞു. വെടികൊണ്ട് വരണം. എനിക്ക് ഹെൽമെറ്റ് ഉള്ളതൊന്നും ഓർമ്മയില്ല. അണ്ണന് ഹെൽമെറ്റ് ഇല്ല. എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നല്ലേ വാമട്ടർ എന്റെ വെടി വെച്ചില്ല കേട്ടാ. ചന്ദ്ര എവിടെടാ? ഞാൻ ഗ്യാങ്സിലെത്തി. ഗ്യാങ്സിനകത്തല്ലേ പെണ്ണിനെ കയറ്റലെന്ന് പറഞ്ഞിട്ട് വെളി വെച്ചേക്കുന്ന നീ എന്തിനു ചോദ്യം ചെയ്യണം?
ഇനി ഉണ്ടല്ലോ ബോസിനെ താറ്റുമ്പോ കുറെ പേർക്ക് കൊള്ളും. ഇനി ബോസിനെ താറ്റുക, ഇനി ബോസിനെ അടുപ്പിക്കില്ല. ബോസിനെ ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞോ. ഇങ്ങോട്ടാ സീക്രട്ടാ എന്തായാലും ഞാൻ സീക്രട്ട് പറയാൻ ഞാൻ സീക്രട്ട് ഏജന്റോ? അയ്യോ പറ. ഒഴുകി എന്ന് പറഞ്ഞപ്പോ അണ്ണാ ഇത് ഒരു 30 കണ്ണ് ഒരു ഗ്യാങ്ങിന് വേണം. പാവണ്ണ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ കാര്യമായിട്ട് കാണുന്ന ഒരു ഗ്യാങ്ങ. ഇത് മറ്റേ ഗ്യാങ്ങിന്റെ പേരെന്തായിരുന്നു നമ്മള് സംസാരിച്ചേ? മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് MRC പോലെ മഞ്ഞ ഡ്രസ്സുള്ള വേറെ ആർക്കടാ? GNR അല്ലേ? MRC XT ഇല്ല XT ഭാവമാണെങ്കിൽ അവന്മാരുടെ അടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിട്ട് വാറ് കളിച്ചാ മതി. പൈസ ഉണ്ടാക്കിട്ട് വാറ് കളിച്ചാ മതി. പറ്റുന്നു വാറ് കളിച്ചാ മതി. ഇടയ്ക്കൂടെ നൈസായിട്ടിട്ടേ നമ്മളെ അങ്ങ് ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഇവിടെ നിൽക്കണേ. പറഞ്ഞാണ് ഞാൻ ഇവിടെ ഹീലെടുക്കാൻ വേണ്ടി വന്നതായിരുന്നാ. ഒന്ന് പറഞ്ഞ വില്ലുമോനെ ഗ്യാങ്സിലോട്ട് വരുമ്പോ അവരുടെ അടുത്ത് കുറച്ച് മാറി നിൽക്കാൻ പറയണം കേട്ടോ. ഇവിടെ മാറുന്ന ഇവിടെ ആ വണ്ടി കണ്ട ബാക്കിൽ അപ്പുറത്ത് അവിടെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ അങ്ങനെയുള്ള ഞാൻ വിളിക്കാന്ന് ഗേൾസിന്. പിന്നെ നിന്റെ പൊണ്ടാട്ടിയും കൊച്ചും മറ്റേതൊന്നും ഇതിനകത്ത് കയറി വന്നാൽ അടിച്ച് ഞാൻ തിരിക്കും കേട്ടല്ലോ. ചന്ദ്രബോസ് നിന്റെ മറ്റേ തമിഴ്നാട് ബാലനും മറ്റേ അവരെല്ലാം ഇതിനകത്ത് കയറി ഇതിനകത്ത് വന്നാൽ അപ്പൊ അവിടെ ഇവിടെ അടിക്കും. ഇതേ സെയിം നടപടി തന്നെ അന്നേരം എടുക്കും. നിന്റെ തമിഴ്നാട്ടിലുള്ള ബാലൻ ഉദ്ദേശിച്ചത് കുട്ടി നിന്റെ പെണ്ണിനെ ഒരുത്ത വളക്കണ്ട ബാല മറ്റേ അവരൊക്കെ നോക്കിയാ പ്രസവിക്കും. എന്തൊക്കെ പറയുന്നത്? ഹലോ എന്താ പ്രസവിപ്പിക്കുന്നതാണ്. എന്താ മാഡിക്കിന്റെ പാട്ട് കേട്ടായിരുന്നോ? ഇല്ല. എടാ ഞാനൊരു കാര്യം പറയാം. ഗ്യാങ് വണ്ടിയില് പെമ്പിളാരെ കേറ്റരുത്. ഇപ്പഴേ പറയണേ ഗ്യാങ് വണ്ടിക്കകത്ത് പെമ്പിളാരെ കയറുന്ന കണ്ടാ ഞാൻ പിടിച്ച സസ്പെൻഡ് ചെയ്യേ. അണ്ണാ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെ കേറ്റിട്ട് കൂടി ഇല്ല. ചന്ദ്രന്റെ ഗ്യാങ് വണ്ടിയില് സൈഡിൽ അലീന ബാക്കിൽ ചന്ദ്ര ഗ്യാങ് വണ്ടിക്കകത്ത് ഇനി എലിയോ നിന്റെ പെണ്ണുമ്പിള്ള വല്ലതും കയറ്റി ഇതുവഴി സർക്കിട്ട് നടത്തുന്ന കണ്ടു കഴിഞ്ഞാൽ പിടിച്ചിറക്കി അടിക്കും അന്നേരം. കേട്ടല്ല. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ആരുടെയോ ഗ്യാങ് ഹൗസിന്റെ KVയുടെ ഗ്യാങ് ഹൗസിന്റെ ഇനാഗുറേഷന് പോയപ്പം നിന്റെ അതേ ഉടുപ്പ് ഇട്ട് മുടി അതുപോലെ വെട്ടി ആ കൊച്ചു കുണ്ട ഞങ്ങളുടെ കൂടെ കയറി വന്ന്. ഞാൻ വിളിച്ചു പറഞ്ഞാണ് എന്റെ ഞാനില്ലെങ്കിൽ ഗ്യാങ്ങിനൊരു ഒരു ഭയങ്കര നെഗവല്ലേ അണ്ണാ. നീ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. സന്തോഷത്തോടെ ഞങ്ങൾ അതിന് പൊക്കോണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് നിന്റെ മോൻ വലിഞ്ഞു കയറി വന്നത് അവിടെ. മനസ്സിലായോ? എന്റെ മോൻ എല്ലാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കണ്ണാപ്പി. അതെന്താ കാരണം എന്നറിയോ? അത് അതിൽ തന്നെ ഉണ്ട്, നീ പറഞ്ഞതിൽ തന്നെ ഉണ്ട് നിന്റെ മോൻ. അതുകൊണ്ടാണ് ചെറുക്കനെ അങ്ങനെ ആക്കുന്നത് എല്ലാരും. നീ കാണിച്ചു വെച്ച നീ കാണിച്ചു കൊടുത്ത തന്തയിലാഴി എല്ലാം അതേപോലെ കാണിക്കുന്നുണ്ട് അവന്. മനസ്സിലായോ? പെണ്ണ് പോലില്ലടാ, നീ പെണ്ണ് പോലില്ല. നമ്മളിങ്ങനെ നല്ലൊരു മാഡിക്കിയുടെ പാട്ട് നിങ്ങൾ റിലേഷൻ അവിടെ ഡൗട്ട് ഇതാരുടെ പാട്ടാ?
മാരിക്കട്ടി ഇറക്കുമതിയാ. കണ്ട തൂറാൻ മുട്ടും വാക്കുവെട്ടിയാൽ വീണ്ടും തൊട്ടും അടിപൊളിയാൽ നെഞ്ചിൽ തീയും പിന്നോട്ട് പോയാൽ പേര് ഒടിയും തൂറാൻ മുട്ടും കണ്ണിൽ നോക്കിയാൽ ഭയം മുടങ്ങും വന്ന വഴിക്ക് ഞാൻ കടന്നിട്ടുണ്ട് ചവിട്ടിയ മണ്ണിൽ ഞാൻ നിലനിന്നിട്ടുണ്ട് പറയേണ്ട ഇനി ഞാൻ മതി വെറും അല്ല ഇത് കെട്ട ശൈലി എടുത്തു വയ്ക്കും എന്റെ ചുവടുകൾ പൊട്ടും മുന്നിൽ നിന്റെ പതറുകൾ പിന്നോട്ട് നോക്കാൻ ഇനി വൈകും അടി പൊട്ടിയാൽ എന്റെ പേര് കേട്ടാൽ മൂട് നിനക്കൊക്കെ അവന്റെ അടുത്ത മെസ്സേജ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. റൊമാൻറ്റിക് ആയിപ്പോയില്ലടാ, ഭയങ്കര അടുത്ത അണ്ണന്റെ ആണ് ഇറക്കുന്നത് നമ്മള്. അയ്യേ പോടാ അവിടുന്ന്. ഇപ്പൊ ചിന്നി അണ്ണന്റെ ഒരു എടാ 21 പേരെ ഉള്ളൂടാ, 28 പേര് ലിസ്റ്റ് ഇട്ടിട്ട് ഇതിന് വീണ്ടും വീണ്ടും പറയണോടാ. മറ്റേ പ്രയോറിറ്റി ഇത് എടുത്തിട്ടില്ലേ? നമുക്ക് വേറെ അത് 4 പേരുള്ളവരുണ്ട്. എന്താ കേട്ടില്ല? GNR 4 പേരോ? എതിരെയുള്ള ഒരു 4 പേരുള്ളൂ സിറ്റിയിൽ. ഒരു 4 പേരേ ഉള്ളൂ. നമ്മൾ 4 പേരെ ഇത്രയും പേര് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് 4 പേര് ഇവിടെ ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ അവര് സ്റ്റിൽ ആരും ആണോ? ഇപ്പഴും ക്യൂലാണോ? 169 508 പേരുണ്ടോ സിറ്റിയിലുണ്ട് ഇപ്പൊ നിലവില്. നമ്മള് ഹോട്ടല് ഒന്നും പറയല്ലേ. ക്യൂല ഇന്ന് മറ്റേ ഇത് നടക്കുന്നില്ലേ, മോണിറ്ററിങ് നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നുണ്ട്? മോണിറ്ററിങ് കുറെ പേർക്ക് മോണിറ്ററിങ് നടക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് കേറി കുത്തിരിക്കുന്നു. സ്റ്റിൽ 505 പേര് സിറ്റിയിലുണ്ട് ഇപ്പൊ 512. ആണോ? എന്ത് മോണിറ്ററിങ്? എന്തിന്റെ മോണിറ്ററിങ് എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആള് കൂടുതൽ ഫാമിലിന്റെ ആണോ അറിയത്തില്ല. എന്റെ അവര് മറ്റേ ലോബിലേക്കിട്ട് എത്തിയാ മതി. എല്ലാരും ഈ 118 169 നേരത്തെ കേറി കുത്തിരുന്ന സിറ്റുവേഷനുള്ള സമയത്ത് കേറിയിട്ടാ ഇതുവരെ അതേ സ്റ്റിൽ അവസ്ഥയിൽ തന്നെ എല്ലാരും. അപ്പൊ തന്നെ വിളിക്കാം. എടാ സിറ്റിയിൽ എന്തിന്റെ മോണിറ്ററിംഗ് ആണോ നടക്കുന്നേ? എടാ ഇത്രയും പേരും ഇനി വരുന്ന 4 പേരുമാണ് പ്രീ വാറിന് കളിക്കുന്നത്. എനിക്ക് ലിസ്റ്റ് ഒന്നും ഇടാൻ വയ്യ. ഇത്രയും പേരും ഇനി വരുന്ന 4 പേരും. ഇതിലെ ഇറക്കാം TDM-ല. സാനിയ ഹലോ, എവിടെ ഉണ്ട്? ഞാനിപ്പോ സെമിത്തേരിന്റെ ഡ്രസ് ഷോപ്പിൽ വന്ന. സെമിത്തേരിൽ എന്തോ സെമിത്തേരിന്റെ അടുത്തുള്ള ഡ്രസ് ഷോപ്പിൽ വന്നതാണ്. ആണോ? ഒരു മിനിറ്റ്. എടാ കണ്ണാപ്പി ഒന്ന് സംസാരിച്ചേ. കണ്ണാപ്പി ഒന്ന് സംസാരിച്ചാ. എടാ കണ്ണാപ്പി നിനക്ക് ചെവി കേൾക്കണല്ലേ? എന്താ
ഒരു മിനിറ്റ്. അണ്ണൻ ഇപ്പോഴാണല്ലോ സംസാരിച്ചത്. അണ്ണനെ കണ്ടോണ്ടിരിക്കണം. ഓസണ്ണന്റെ അക്കോ. അണ്ണന്റെ മൈക്ക് പോയാലോ? എടാ പോരാ, മൈക്കും കോക്കൊന്നും പോയില്ല. അണ്ണന്റെ ശബ്ദം അണ്ണ റേഡിയോ കേൾക്കണമെന്ന് കേൾക്കുന്നില്ല. എന്നോട് നോക്കിയേ. അണ്ണ വന്നു, അണ്ണ വന്നു. എന്താടാ അണ്ണ മാത്രം ഇവരൊക്കെ കുത്തിരിപ്പ. കണ്ണാപ്പി നിന്നെ വിളിച്ച നീയാണോ വാസു? സോറി പിന്നെ 30 പാവം പുള്ള. ഇല്ല ഗണ്ണ് കൊടുക്കുന്നില്ല ചന്ദ്ര, ഗണ്ണ് കൊടുക്കുന്നില്ല. ഗണ്ണ് കൊടുക്കുന്നില്ല ചന്ദ്ര, ആർക്കാണേലും ഗണ്ണ് കൊടുക്കുന്നില്ല. അണ്ണ ഇന്നൂടല്ലോ അണ്ണ മറ്റേ പോയിന്റ് ഇന്നൂടല്ലോ അണ്ണ പോയിന്റുള്ളൂ. അണ്ണ പോയിന്റിന്നൂടല്ലോ ഗണ്ണ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഗണ്ണ് കൊടുക്കുന്നില്ല. അണ്ണ ഞാൻ പെട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര. അയ്യോ ഗണ്ണെങ്കിലും അണ്ണത്തെ വന്നേ വേണോ ഇനി അത് തിരിച്ച്? ഇല്ല എനിക്ക് വേണ്ട അണ്ണാ. ഈ അമ്മ കൂടെ അസുഖം കൊണ്ടാണ്. എന്തോ മാസ്റ്റർ കാണുന്ന കേട്ടോ, എന്റെ കയ്യിൽ വന്ന് അറിയാതെ കേട്ടോ. അതാ പഴയത് ഉന്നല്ല. ഒരു സെക്കൻഡ് പറ തമ്മിട്ടുള്ള എടാ ചന്ദ്ര, എനിക്കറിയാം നീ പാവം കൊണ്ടൊന്നും ഒരു ഗ്യാങ്ങിനും കണ്ണു കൊടുക്കാൻ പോണില്ല, മനസ്സിലായ? നിന്റെ മനസ്സില് വേറെ എന്തോ വലിയ പ്ലാനാ. ഇത് റെന്റ് ഔട്ട് എന്ത്? അവർ റെന്റ് തരും. ഒന്നും വേണ്ട ഇല്ല, നമ്മുടെ ഗ്യാങ്ങിന്റെ കണ്ണ് നമ്മുടെ നമ്മളിങ്ങനെ മുരടിച്ച് പോകത്തുള്ളൂ. ഇവിടെ മുരടിച്ച് പോയാ മതി. ഗണ്ണിരുന്ന് പൂത്തൊന്നും പോത്തില്ലല്ലോ. പറയണ തോന്നേ മറ്റേ ഗണ്ണിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നേ. അങ്ങ് പെട്ടെന്ന് അങ്ങ് പോവാന്ന്. അതിവിടെ ഇരുന്നോട്ടെ, പുഴുത്ത് കുത്തു കൊടുക്കോട്ടെ. ഏത് പണി കൊടുക്കുന്ന ഇത് വേറെന്തോ ആണ്. ഇത് വേറെന്തോ ആണ്. ഇത് ഗണ്ണൊന്നും ഇതാക്കാനല്ല, മനസ്സിലായ? ഇത് ഒരു ഗ്യാങ് ചോദിച്ചിട്ടില്ല. ഏത് ഗ്യാങ്ങിനാന്ന് പറഞ്ഞു? ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞു. അല്ല മുച്ചിരി അവരോട് അതല്ലേ നമ്മൾ നോക്കണം. ബിസിനസിന് നമുക്ക് ഇങ്ങനത്തെ നമ്മളെ കത്ത് കയറ്റില്ലേ? നമ്മളെ കണ്ടുവെച്ച് നമ്മളെ തല്ലൂലേ? ഇല്ല നമ്മളെ തല്ല, അതിൽ കാര്യമില്ല. അതിൽ കാര്യമുണ്ട്, എനിക്ക് കാര്യമുണ്ട്. എന്നാ നമ്മൾ അങ്ങനെ എത്തിക്സ് ബിസിനസ് നടക്കൂല. ബിസിനസ് വേണം. ബ്രോ, നിങ്ങളെ ടിവിയുടെ ഗണ്ണ് ചോദിച്ചായിരുന്നോ? നമുക്ക് ഒരു 30 വേണമായിരുന്നു. അവൻ തന്നോ? ഗണ്ണ് തന്നോ? ഇല്ല തന്നില്ലല്ലേ? ഓ ഓക്കെ. ഇത് എന്ത് നിങ്ങക്ക് വാറടിക്കാൻ വല്ലോ ആണോ? ഇപ്പഴത്തേക്കല്ല, സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട്. സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണോ? ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഓക്കെ. ചന്ദ്ര, അവർക്കിപ്പോ യാതൊരു റിക്വയർമെന്റും ഇല്ല. ഹലോ, ഇവിടെ ഉണ്ടോ? അവർക്ക് ഗണ്ണ് വേണ്ട, അവർക്ക് ചുമ്മാ സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണെന്ന്. അത് ഇവിടുത്തെ പോലെ കൊണ്ടുവന്ന് അവിടെ വെക്കാൻ. എന്ത് വ്യത്യാസമുണ്ട്? നിനക്ക് ഇവിടുന്ന് നിന്റെ അച്ഛന്റെ തലയുടെ സൈഡിൽ നിന്ന് ഒരു മുടി പറിച്ച് നിന്റെ തല വെച്ചാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ? അപ്പൊ ഇവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് ഒരുപോലാണ്. അവിടെ ഇരിക്കുന്നത് ഒരുപോലാണ്, മനസ്സിലായ? സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണ്. നമ്മളോർത്ത് വല്ല വാറ് വല്ലതും കളിക്കാനായിരിക്കും. അണ്ണാ നമ്മൾ ഈ കിടക്കെങ്ങനെ തോക്കുവോ? നമ്മൾ തോക്കൂല. ഞാൻ കേട്ടെ, നമുക്ക് ഈ കാശ് വാങ്ങിച്ചാൽ പോലെ ഇവനെ ഈ GNR ഒക്കെ ഇവനെ അടിച്ചിട്ട് ഹോസ്റ്റേജ് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് വാറ് വെച്ചാലും വേണ്ടിയില്ല. ഇവന്റെ ഒക്കെ ഈ നാക്കില് ഞാൻ മുണ്ടൂര് കറക്കുമല്ല. ഇവനെ ഡീപ്രമോട്ട് ചെയ്യണം, അതേ നടക്കുള്ളൂ. ശേഖർ
ഇവന്റെ ബുദ്ധി ചിലപ്പോ പറയാൻ പറ്റത്തില്ല. MRC ആയിട്ടൊക്കെ ഇപ്പൊ അടിയായോണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ലെന്ന് പറയും. 30 കണ്ണ് എണ്ണി വെക്കാൻ പറയാം. എന്താടാ പറഞ്ഞ് കണ്ണൊക്കെ എണ്ണി വെക്കാനുണ്ട്. സെക്കൻഡ് എടുത്ത് ഞാൻ പറയായിരുന്നു. അന്നേ അങ്ങോട്ട് പോണു. നിനക്ക് തന്നെ 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കണമെന്നല്ലേ പറഞ്ഞേ? ആ അത് തോന്നുന്നു. അതല്ല ഒരേ നിർബന്ധം ശരിക്കും വന്നപ്പോ കാണണമെന്ന്. അതെ 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 വിശ്വാസം ഇല്ലെന്നുള്ള തെളിവാണ് ഈ എല്ലാരും ഇവിടെ തന്നെ പുറകെ ഇങ്ങനെ വരിക എന്ന് പറയണത്. കാരണം എന്താണെന്നറിയോ ഷേക്ക്? കാരണം ഗ്യാങ് ഹൗസിൽ നിന്ന് കുറെ ഗണ്ണൊക്കെ എടുത്ത് കട്ട് മുടിപ്പിച്ച ഒരേ ഒരു ഗ്യാങ്ങിന്റെ കോലീഡർ ഇവ മാത്രമായിരിക്കും. ഇവനൊക്കെ ഏതാടാ ഇവൻ? എന്റെ ആളാ, അവൻ എന്റെ റൈറ്റ് എന്റെ അരിമ മകൻ. അല്ല എന്തിനായിരുന്നു വന്ന ഷേക്ക് പറഞ്ഞേ? അല്ല 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 ഷേക്ക് എന്തിനായിരുന്നു വന്നേ? കുറച്ച് ഉടായ്പാണ്. സംഭവം ഇത് അങ്ങനെ കൊടുക്കാറില്ല. ചന്ദ്രനായതുകൊണ്ട് പിന്നെ ഞാൻ 2.5 തന്നതാ. എന്താ കൊടുത്തത്? വൈറ്റ് മണി തരാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അല്ലല്ല ഒന്നും ഒരു കാര്യം, ഡീലൊക്കെ നിങ്ങൾ തമ്മിലാണേ. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇവൻ ചെയ്യുന്ന കള്ളത്തരത്തിന് TV ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഞങ്ങൾ തരുന്നൊരു ഞങ്ങളുടെ സൈഡിൽ നിന്ന് തരുന്ന ഒരു ഇതാണ്. ഞങ്ങൾ പറയുകയാണ് ഇതിന്റെ പേരിൽ TV ആയിട്ട് യാതൊരു വിധ സംസാരത്തിനും നിങ്ങൾ സംസാരിക്കരുത്. ഇവൻ കള്ളന, ഇവന്റെ തന്ത അതിലും വലിയ കള്ളന. ഇതൊരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്റെ കാശ് കൊണ്ട് ഉതുക്കി നോക്കിയ ഇത് കള്ള കാശല്ലേ ഇത് ഞാൻ തരാൻ പോണത്. റിയൽ മണി. ബാക്കിയെല്ലാരും തിരിച്ചു പോരെ. എന്തോ വലുത് പ്ലാൻ ചെയ്ത് അണ്ണന്റെ പേരിലല്ലേ എണ്ണേ പത്രമൊക്കെ? ഇത്രയും കള്ളത്തരം കാണിക്കുന്നതിന് ഒരു പത്രം ഉണ്ടാക്കാനാണോടാ പാട്? പത്രം എന്തിനാ അണ്ണനെ കുടിപ്പിച്ചു കിടത്തിയോ? കളർ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവച്ചിട്ടോ? അതെ, ചില അവന്മാരെ കുടിപ്പിച്ച് കിടത്തി ഒരു വണ്ടി തലയിൽ അടിച്ചു തന്നത്. അതുപോലെ കൊണ്ടുപോകും ഓരോരുത്തന്മാര്. എന്തിന് കള്ളന്മാരെന്ന് പറയണേ? കണ്ണടച്ച് തുറന്നപ്പോഴെത്താ ഒരു വണ്ടി, ഒരു താറ്. തിരിച്ചു വന്നേരം പറയും ഇതിന് അണ്ണന്റെ വണ്ടിയില്ല, അണ്ണ ഒരു 4,000 പെട്രോൾ അടിക്കും. പിന്നില്ലാതെ ഓർമ്മയില്ലായിരിക്കുവോ? ഇതെങ്ങനെ എണ്ണിക്കാൻ പറ്റൂല ഇരുന്ന് കഴിഞ്ഞാ? ഹലോ ഹലോ സനിയ, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം നടന്നപ്പോ പെട്ടെന്ന് കട്ട് ചെയ്തതാണേ. എവിടെ ഉണ്ട് സാനി ഇപ്പം? ഞാനിപ്പോ ഡ്രസ് ഷോപ്പാ. ഏത് ഡ്രസ് ഷോപ്പ്? പിൻകോഡ് നോക്കാം. 7166. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ഒന്ന് വന്നേ. വാ വാ വാ. പോസ്റ്റൽ കോഡ് 7166 അല്ലേ? ഹലോ, കേക്കാവോ? ഒന്ന് മാറിയടാ. അഹങ്കാരിയല്ല.
എങ്ങോട്ടാണ് പഴയൊരു ചിക്കുണ്ട്, പരിചയത്തിലുള്ള ചിക്കുണ്ട്. ചിക്കിനെ ഒന്ന് കാണാൻ വേണ്ടി പോവാ. സാനിയ എല്ലാവർക്കും പെണ്ണുണ്ടോ? എനിക്ക് അതിന് മാത്രമേ ഇല്ലാതുള്ളൂ. എനിക്ക് പെണ്ണൊക്കെ ഉണ്ട്. പോയാ നിന്റെ പിന്നെ പോയി, അത് പിന്നെ വന്നിട്ടില്ലല്ലോ. എന്ത് പറ്റിയതായിരുന്നു? ഒരു പിടുത്തല്ല, ഒരു 5 ദിവസം ഇവിടെ വരായിരുന്നു. പിന്നെ കാണാനേ ഇല്ല, ആളല്ല ഇവിടെ. വേറെ ആരെങ്കിലും കൂടെ പോയതാണോ അതോ? അത് ബോബോയ് അവിടെ ആരോടെ കണ്ടെന്നത് ഞാനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ബോബോയ് ആയതുകൊണ്ട് നമ്മളെ തളർത്താനില്ലാണ് നോക്കുള്ളൂ. നിനക്ക് ഇപ്പോഴും ട്രസ്റ്റ് ഉണ്ടോ തിരിച്ചു വരുന്നത്? ഞാൻ പിന്നെ പാർട്ടിയൊക്കെ തുടങ്ങിയതാണ്. ഇനി തൃശ്ശയെ പോലെ ആരെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം ദീപിക്കൊക്കെ വേണ്ടിട്ട്. തൃശ്ശയെ പോലെ എനിക്ക് ഇഷയെ നോക്കും തൃശ്ശയാക്കാൻ, പക്ഷെ നടന്നില്ല. എന്ത് പറഞ്ഞ ഇഷ തുപ്പി. ഇഷ ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നത്. വേറെ വിഷയമാണ്. അപ്പൊ പിന്നെ ബോബോയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ അവന് വേണ്ടി വിട്ടുകൊടുത്തു. എന്നിട്ട് ബോബോയ്ക്ക് സെറ്റായോ? ഇല്ല, അവനെ തുപ്പി. അവനേന്ന് ഞാൻ ബോബോയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തമ്മ. എന്ത്? ഒട്ടും ആരോഗ്യമില്ലാത്ത ബോബോയെ ഞാൻ ആരോഗ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞു. അന്ന് എങ്ങനെ? അതല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒട്ടും ആരോഗ്യമില്ലാത്തവന് ഞാൻ ആരോഗ്യമന്ത്രിയാക്കാന്ന്. വാഗ്ദാനം. പിന്നെ സ്കൂളിൽ പോലും പോകാത്ത കാരണം വിദ്യാഭ്യാസ മന്ത്രിയാക്കാന്ന് പറഞ്ഞു. ഹലോ, ആരോ ചത്തുപോയി. അയ്യോ കുട്ടി, ഇത് കേസായി. ഹലോ കുട്ടി, ഇത് അലീനല്ലേ ചന്ദ്രന്റെ? അല്ലല്ല, ഇത് അലീനൊന്നുമല്ല. ഇനി കുഴപ്പമില്ല, എന്ത് സ്നേഹമുള്ള ആൾക്കാർ. കുട്ടി ഓക്കെ ആണോ? ചത്ത് കിടക്കുന്ന ആള്. ഈ കുട്ടി ഇത് ഒറ്റയ്ക്കുള്ളായിരുന്നു സ്കൂട്ടറില്? അല്ല, കുട്ടി ഒറ്റയ്ക്കുള്ളായിരുന്നു. ഹലോ, ആംബുലൻസ് തലയില്ല, കൊല തലയിലാവേ. നമ്മളെങ്ങനെയാടാ ഒരാളെ ഇടിച്ച് വഴിയിലിട്ടിട്ട് പോണേ? ഇല്ലടാ, നോ ഫ്രണ്ട് ഉണ്ടെന്ന്. അപ്പൊ ഫ്രണ്ടിനെ കൊന്നെണ്ണൻ. ഇത് ഫ്രണ്ടിന്റെ ബാഡി എന്ത് ചെയ്തിട്ട് പനേര വണ്ടിയിൽ കറുത്ത ഞാൻ ഇവിടെ അടുത്തുണ്ട്. ഫ്രണ്ട് കിട്ടി. ബ്രോ, ഒരാൾ ആക്സിഡന്റ് ആയി മരിച്ചു ഇട്ടിട്ട് ഓടലാണോ പരിപാടി ബ്രോ? അവരുടെ കൂടെ അറ്റ്ലീസ്റ്റ് ഒന്ന് ആണല്ലേ? നമ്മുടെ കണ്ണി കാണാനേ പറ്റിയില്ല ചേട്ടാ. നമ്മുടെ കണ്ണി കണ്ടില്ല. നമ്മള് അവിടെ എത്തിയപ്പം മറ്റേ ചത്തുപോയതിന്റെ സിമ്പിള് കാണിച്ചേ. അങ്ങനെയാണ് തിരിച്ചു വന്നത്. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? മുതുക്കിലോട്ട് പോണ വഴി. അല്ല, എവിടെ പോയിട്ടാണ് മുതുക്കിലോട്ട് വന്നത്? വണ്ടിയിലാ വർക്ക് ചെയ്യണേ. അവിടെ നിന്ന് വർക്ക് കഴിഞ്ഞ് വന്നതാ. എന്ത് വർക്കാണ് ചെയ്യണത് രണ്ടുപേരും? സൈഡിലോട്ട് ഫുട്പാത്തിലോട്ട് കയറ്റിക്കാം. വിട്ട് കളയണേ ഞാൻ കയറി സാറിന് നമ്മളെ വണ്ടി ഇടിച്ചവന്മാര്. ബ്രോ, റോഡിൽ നിന്ന് മാറിക്കണേ. ആ ശവത്തിന് കാവലിരുന്ന ശവാവേ. അപ്പൊ കേക്കാം. ആള് കേറിയിട്ടില്ല. അവര് പറയുന്നത് 25 പേരായാലും അവര് അടിച്ചാൽ മതിയോന്ന് ചോദിക്കുന്നുണ്ട്. അവരിപ്പം ഗ്യാങ്സിന്റെ ഫ്രണ്ടിലോട്ട് വരാന്ന് പറഞ്ഞു സംസാരിക്കാൻ. എന്താ 25 പേരെ 10 പേരെ വെച്ച് അടിക്കാനാ? അവര് 10 പേരൊക്കെ ക്യൂല. ആൾക്കാര് കേറുന്നുണ്ട്, പക്ഷെ അങ്ങനെ കളിക്കാൻ താല്പര്യം. അങ്ങനെ എന്തിനാ അപ്പൊ കളിച്ചിട്ട്? അവരുടെ ആള് കേറാൻ പറ, നമ്മള് വെയിറ്റ് ചെയ്യുമല്ലേ. ഞാനും കണ്ടില്ല, സോറി. അയ്യോ, വണ്ടിയുടെ ബാക്ക് സീറ്റിലിരിക്കുന്ന കുട്ടി കണ്ടാലേ ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ കണ്ടതേ ഇല്ല.
ഞാനും അറിയാതെ പറ്റി പോയതാ കുട്ടി, എന്ത് ചെയ്യാൻ പറ്റും. നമ്മള് ഇടിച്ചു കൊന്നിട്ടേ എന്താടാ എന്താ അങ്ങനെ അടിക്കണോ? അങ്ങനെ അടിക്കണമെങ്കിൽ എന്തുകൊണ്ട് നമുക്കില്ല, വേണ്ടെന്ന് പറയണം, വാ വേണ്ടെന്ന് പറ, വാ ക്യാൻസലാക്ക്. നല്ല കാര്യം. ആരെങ്കിലും ആ ആംബുലൻസ് ഒന്ന് വിളിക്കുവോ? ട്രക്കൊക്കെ ഒന്ന് വഴി നിർത്തണം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഈ വണ്ടി ഒന്ന് ഒതുക്കിയിടുവോ? ഇവിടെ ഭയങ്കര തിരക്കാവും, അതുകൊണ്ട് ഒന്നും തൂക്കിയിടുവോ? ബ്ലോക്ക് ആവും. ആ നമ്മളെ ആലീസേ എല്ലാ പെണ്ണുങ്ങളും ആലീസെ ഒന്ന് എന്താ വരുവാ, അങ്ങോട്ട് വരുവാ. അത് കുഴപ്പമില്ല. എന്താ കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേരെന്താ? ഐഡിയ എന്താ? സൈഡി. ഓ ഹായ് സൈഡി. ഓക്കെ അല്ലേ സൈഡി? ഞാൻ അറിയാതെ തട്ടിയതാണ് കേട്ടാ. എന്റെ പേര് പരിന്തുവാസു. ഇവിടെ ഈ ഓഷ്യൻ ഹൈവേയിലൊരു അങ്ങോട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ KVയുടെ ഗ്യാങ് ഹൗസ് കഴിയുമ്പോൾ ഒരു ടിവിയുടെ ഒരു ഗ്യാങ് ഹൗസ് ഉണ്ട്. അതാണ് തെക്ക് ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ഗ്യാങ് ഹൗസ് ഉണ്ട്. ആ ഫാമിലിയിലെ ലീഡറാണ് പരിന്തുവാസു. എത്ര നാളായി സിറ്റിയിൽ വന്നിട്ട്? കുറെ നാളല്ലേ? പക്ഷെ ഞാൻ ഇതുവരെ സ്റ്റേഡിയം കണ്ടിട്ടില്ല. അവന് പിടിക്കുന്നില്ല കേട്ടോ, അവന് പിടിക്കുന്നില്ല. എന്തായാലും സ്റ്റേഡി ടേക്ക് കെയർ. ഓക്കെ ശരി, കാണാം. സഹിക്കുന്നില്ല അവനെ. പോയിട്ട് വരാം. നന്ദിയുണ്ട്. നമസ്കാരം. അവളുടെ കൂടെ വന്ന അവനെ അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ സംസാരിച്ചു വന്നു. അപ്പോഴേ വണ്ടി കയറി മൊഹൊക്കെ മാറി കേട്ടാ. അല്ലെങ്കിൽ നമ്മളൊന്ന് രക്ഷപ്പെട്ട ആരെങ്കിലും കണ്ടോട്ടുള്ള സത്യം അങ്ങനെ. നമ്മളൊക്കെ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നമ്മളിങ്ങനെ നിക്കണം. ഒറ്റത്തടിയായിട്ട് മരടിച്ച് മാമനെ പോലെ ഇങ്ങനെ നല്ലൊരു സ്ഥലത്ത് പോകുമ്പോൾ ഡ്രസ്സ് മാമ നല്ലതാണ്. ഇവിടെ ഇല്ല. ഹലോ, ഞാനിവിടെ ഡ്രസ് ഷോപ്പിൽ എത്തിയായിരുന്നല്ലോ. ഡ്രസ് ഷോപ്പിലുണ്ടോ? പുറത്താണോ? ഞാൻ ഡ്രസ് മാറ്റി ഇത് ഇപ്പൊ നാളത്തേക്ക് അടിക്കാൻ പറയാനോ? നാളത്തേക്ക് ആക്കണോ? കാരണം വസനെ അവർക്ക് കറന്റ് പ്ലേയേഴ്സ് ഇല്ല. അവർ കേറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. അവര് 10 പേരാണേലും അവരെത്ര പേരാണോ അവരെ വെച്ച് അടിക്കാൻ അവർ റെഡിയാണ്. അയ്യോ, അങ്ങനെ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ പാപ്പ? അത് വേണ്ട. നാളത്തേക്ക് അടിക്കാൻ പറ. നാളത്തേക്ക് അടിക്കാൻ പറയാം. കൊറേ നാളായി കണ്ടിട്ടല്ലേ നമ്മള്. എന്തോ കേട്ടില്ലേ? സത്യം റോസ് ഡേക്കാണ് നമ്മള് ലാസ്റ്റ് കാണുന്നത്. അന്നൊരു പൂ തന്നിട്ട് പോയത് ഓർമ്മയില്ലേ? ഞാനാ പൂ ഇപ്പോഴും എന്റെ ബുക്കിൽ മടക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ശരിക്കും? യെസ്, ഇറ്റ്സ് ട്രൂത്ത്. ഇതെന്റെ ഫ്രണ്ടാണ്, അനിയനാണ്, ബോബൂട്ടൻ. നക്ഷത്രം ബോബ് സ്റ്റാർ. നിങ്ങൾ ഓ, ഞങ്ങള് നേരത്തെ ഒരുമിച്ച് പരിചയമുള്ള ആൾക്കാരല്ലേ?
സുഖാണോ? എന്താ ജോലി എന്താ സിറ്റിയില്? ജോലി അങ്ങനെ ജോലിയൊന്നുമില്ല, ഫാമിലിയിലൊക്കെ കേറി. ഒരു സെക്കൻഡ് സാനിയ, നിങ്ങൾ സംസാരിക്കും. ഒരു സെക്കൻഡ്. ഹലോ എടാ, ഡ്രോപ്പ് ആക്കിയോ അതോ നാളത്തേക്ക് മാറ്റിയോ? അല്ല, അവരാള് കേറുമെന്ന് ചോദിക്ക്. നമുക്ക് ഒരു അവര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊറേ ഭാഗമായിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പൊ അവര് അവർക്ക് മനസ്സിലായില്ല എന്തെങ്കിലും പാടാവുന്ന രീതിയിൽ അങ്ങനത്തെ. ഇതിപ്പോ അതാ പറഞ്ഞു, ഇത് കൊറേ ആയിട്ട് സോൾവ് ചെയ്തോണ്ടിരിക്കുവോ ഇത് കൊറേ ആയിട്ട്. അതുകൊണ്ട് അവർക്ക് അവരുടെ പ്രയത്നം പാടാവെന്ന് പറയുന്നത് സോൾവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതെങ്ങനെയാ അപ്പൊ ഈ 10 പേര് അടിച്ചു തല്ലുകൊണ്ട് പോകുന്ന എങ്ങനെയാ അവർക്ക് നാളത്തേക്കൊക്കെ? നാളെ ആണേലും പ്ലേസില്ല. ഈ 10 പേര് വന്ന് തല്ലുകൊണ്ട് കൂടുതൽ പാടാവത്തില്ലേ? സിറ്റുവേഷൻ കണ്ടിന്യൂ അപ്പൊ അല്ല, നമ്മളപ്പോ എന്ത് 10v10 തന്നെ കളിക്കണോ? പിന്നെ അതെന്തിട്ട് 10v10 ഒന്നും വേണ്ട. അതൊക്കെ എന്ത് 10v10? നമ്മൾ നമ്മുടെ ഗ്യാങ് അഡ്വാൻറ്റേജ് കളിക്കുന്ന സമയത്ത് 10 പേരെ വെച്ച് കളിക്കാനോ? നിങ്ങൾ എന്താ മണ്ടത്തര പറയണേ? സിറ്റുവേഷൻ നമ്മൾ ഡ്രോപ്പ് ആക്കാൻ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, വേറെ കാര്യം പറയട്ടെ. അവർക്കാണ് നമ്മളെ അടിക്കേണ്ടത്. ഇതാ ഓൾറെഡി ആയി. അപ്പൊ നമ്മളല്ലല്ലോ ഡ്രോപ്പ് ചെയ്യേണ്ട. അവർക്ക് അടിക്കണമെങ്കിൽ, നമുക്ക് നാളെ അടിക്കണമെങ്കിൽ ഓക്കെ ആണെങ്കിൽ അടിക്കാം. നാളെ പറ്റത്തില്ല. അവരുടെ 4 കൊച്ചു പിള്ളേരാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ബാക്കി 4 പേർക്ക് എന്നാ പിന്നെ വേറെ ഡ്രോപ്പ് ആക്ക. ഞാൻ ചോദിക്കായിരുന്നു സിറ്റിയിലെ പൊതുശല്യങ്ങളെ പ്രപ്പോസ് ചെയ്തിരുന്നു. എന്തോ കേട്ടില്ല. സിറ്റിയിലെ പൊതുശല്യങ്ങളെ, സിറ്റിയിൽ ഇപ്പൊ കുറച്ച് അലജോസ് പരിഹാരമാരുണ്ട്, പ്രപ്പോസ് ചെയ്തില്ലെന്ന് ചോദിക്കുമായിരുന്നു. സത്യം. അതെ, എനിക്ക് തോന്നുന്നു സാനിക്ക് വേറെ ടിവിയുടെ പിള്ളേരായിട്ടൊന്നും വലിയ പരിചയമില്ല. അതുകൊണ്ടാണ് എന്താന്നും സംസാരിക്കാത്ത എന്തൊരു നാണം. സാനി ഇച്ചിരി ഇൻട്രോവേർട്ട്. CK മാരി ഉള്ളിലുണ്ട്. അയ്യോ ആണോ? നമസ്കാരം CK മാരി. പറ കഴിച്ചു സാനിയ. ഞാന് ഡ്രാഗൺ റോളും പിന്നെ ഒരു സ്മൂത്തി, സ്ട്രോബെറി സ്മൂത്തിയും. ഹെൽത്തിയാണ്. ഞാൻ കുറച്ച് ഡയറ്റിലും കാര്യങ്ങളും ഒക്കെയാണ്. ഫാമിലി മൊത്തം ഹെൽത്തി. അന്നടുത്ത് കഫേ പോയിട്ടില്ല. വേറെ സംഭവം ഉണ്ട്. നീ വെളിയിൽ ഹലോ. സ്റ്റീലാ? സ്റ്റീല പറടാ. 2 കഷ്ണം ബ്ലാക്കാ. ഏത് കഫേലാണ് പോണ്ടേ? ഇവിടെ കോഴി കഫേ ഇല്ലല്ലോ. ഇവിടെ അതെങ്ങനെ ചോദിക്കും? കോഴി കഫേ. ബോബേ കോഴി കഫേ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എടുത്തോട്ട് പോയാൽ മതി. നോക്കട്ടെ സമയത്ത്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാനല്ലേ മടിയിരിക്കുന്നു. എനിക്കറിയാം. ഞാൻ കൂടെ ഞാൻ മടിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊരു അർജന്റ് മീറ്റിംഗിലാണ്, കോൺഫറൻസിലാണ്. എന്ത് പറ്റി? ആരാ കേട്ടില്ല? ആരാണ്? ഓക്കെ. ഇത് വേറൊരു മീറ്റിംഗിലാടാ ചന്ദ്ര. ഹലോ. പറ. ദർശനം വെച്ചേർന്ന് തന്നെ അണ്ണനെ വേണം ചോദിച്ചിട്ട്. ഞാൻ എന്ത് പറഞ്ഞു? അണ്ണ ഒരു മീറ്റിംഗിലാന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞു.
ഞാൻ വിളിച്ചോളാം. ബൈക്കിന് ഇടിച്ചായിരുന്നു. ഫ്രണ്ടിൽ കാണുന്നതാ. തിരക്കാണല്ലോ. ഓരോരുത്തരുണ്ടല്ലോ. ഇവിടെ നാട്ടുകാർ മൊത്തം ഉണ്ടല്ലോടാ. എന്താ എന്തേലും കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. റൈറ്റ്. ഇത് വാറാവോ? സത്യമല്ലേ? ബാലനും എന്തോ വാസുവിനോട് പറയാനുണ്ടെന്ന്. വാസുവിൻ എവിടെ തരുന്നേ? ബാലനാരും തല്ലണം. ആര് കൊണച്ച്? നോട്ടിലാണെന്നാ പറഞ്ഞേ. അമ്മാരിപ്പൊ എന്നെ വണ്ടി അടിച്ചിട്ട് പോയുള്ളൂ. പക്ഷെ അറിയാതാണ് വണ്ടി അടിച്ചെന്നാ പറഞ്ഞേ. എന്തോ അമ്മാര് പറഞ്ഞേ? വണ്ടിയിലൊന്നും ഇടിച്ചിട്ടേ സോറി ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നോട് ഇപ്പൊ സോറി പറഞ്ഞു കേട്ടോ അമ്മാര്. പക്ഷെ നമ്മളോട് സോറി പറയാന്ന് പറഞ്ഞിട്ട് പോലും അവന് പറയാൻ പറ്റത്തില്ലായിരുന്നു. എന്നാ പിന്നെ ചോദിച്ചോ. അല്ലല്ല, എന്റെ അടുത്ത് വന്ന നോട്ടല്ല കേട്ടോ, എന്റെ അടുത്ത് വന്ന് Z30. അയ്യോ ഒരു മിനിറ്റേ കുട്ടി. എന്താ അമ്മാരെന്താ പറഞ്ഞേ? എന്തേലും പറയണ്ട, ലീഡറെ വിളിച്ചോണ്ട് വരാനാ? ലീഡർ അവിടെ വരണമെന്ന് ചോദിക്കാൻ അവനോട്. നീ ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ. കുട്ടി അത് ചുമ്മാ നമുക്ക് എവിടെ ഇരിക്കാൻ, ഇത് എവിടെ ഇരിക്കാൻ പറ്റുന്നത്? അകത്ത് ഞാൻ പുറത്തേക്കാണോ? അല്ല നിങ്ങൾ അകത്തോട്ടാണെങ്കിലേ ഞാൻ വിളിക്കാം. ചായ കുട്ടി അവിടെ അടുത്തിട്ടിരുന്നു. ഞാൻ പോയിട്ട് ഓർഡർ കൊടുത്തിട്ടാ. അണ്ണാ വെള്ളത്തിന് 50,000 രൂപയാണേ. ഇവിടുത്തെ കൂടിയ ഐറ്റംസ് ഒന്ന് പറയാമോ? കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു. ആണല്ലേ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ആണല്ലേ. ഓപ്ഷൻ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി 2 ടർഫ് അടിച്ചെടുത്തിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഓൾറെഡി സിറ്റിയിൽ 2. യു ആർ എക്സ്ക്യൂസ്ഡ്. No, I just wanted your order. Can you? Yeah, sure. What do you have? Currently we are stocked with ramen and matcha milk tea. So how? What do you want? എന്താ കുട്ടിക്ക് വേണ്ടത്? ഇഷ്ടം എന്താ പറഞ്ഞു. അല്ല, കുട്ടിയുടെ ഇഷ്ടത്തിന് പറഞ്ഞു. നമുക്ക് അതിനനുസരിച്ച്. ഇല്ല, എനിക്ക് എന്തായാലും ഓക്കെ. എനിക്കൊരു കട്ടൻ ചായയും ബണ്ണുണ്ടോ? ബൺ കട്ടൻ ചായ, രാമനും മാച്ച മിൽക്ക് ടീ. അങ്ങനെയാണെങ്കിൽ ഒരു 2 റാബൻ. അല്ല, make it 3. Okay. 3 മാച്ച. Okay. So can you come here for a second? എന്റെ മാച്ചയിൽ മധുരം വേണ്ട കേട്ടോ. എന്റെ മാച്ചയിൽ മധുരം വേണ്ട. Okay. Sir, എന്നോളൂ. Sir, ഞാൻ ഫുഡ് തരാം. കറന്റ്ലി ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട് 15 അത് ഞാൻ ഇപ്പൊ തരാം. ഓക്കെ. You can. ഇപ്പതല്ല. പിന്നെ നിങ്ങളുടെ അവിടെ നിന്ന് എന്താ ഓർഡർ ക്യാൻസൽ ചെയ്ത്? അന്ന് ഭാഷണം പറഞ്ഞായിരുന്നല്ലോ കൊണ്ടുവരാൻ. കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അന്ന് വന്നില്ലായിരുന്നു. പേര് തന്നെ മറന്നുപോയി. ആര്യ എന്നെ വിളിച്ചില്ലായിരുന്നു അന്ന് അവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മളെന്തോ സിറ്റുവേഷനിലായി പോയി.
റായൻ പിന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു. ഇല്ല ഞങ്ങൾ ഇപ്പൊ പരിചയപ്പെട്ടു ബാക്കി ഉറപ്പായിട്ടും അവര് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെയാണേ. സനി കിട്ടിയോ? സാനിയക്ക് കിട്ടി. നിങ്ങക്ക് എന്റെ കർസർ കാണാവോ? കർസർ കണ്ടിരിക്കുന്നേ, കർസർ ഇരിക്കുന്നത് കണ്ട? എന്റെ അവസ്ഥ എന്താടാ? സെർവർ പോലും സമ്മതിക്കൂല. ബോംബ് കൊണ്ടുപോയത് സത്യം തിരിച്ചു ചെല്ലുമ്പോ അവർ രണ്ടും സെറ്റ് ആവുന്നു. എന്ത് പറയാനാന്ന് പറ. എല്ലാരും കത്തിയോ? ഇല്ലല്ലോ, ചന്ദ്രനെ കൊണ്ടല്ലോ. എല്ലാരും കത്തിയില്ലല്ലോ.